നമസ്കാരം. ആൻസർ പ്ലീസ് വിത്ത് DDയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ അഭിമുഖത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടും ചൂരുമുള്ളപ്പോൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം നിരവധി ദശകങ്ങൾ കൈകാര്യം ചെയ്ത ക്യാബിനറ്റിന് പുറത്തും രാഷ്ട്രീയം എന്നും പറഞ്ഞുകൊണ്ടിരുന്ന ശ്രീ AK ബാലനാണ്. സ്വാഗതം പറയട്ടെ. ഔപചാരികതകൾ ഇല്ലാതെ തുടങ്ങാനാണ് എനിക്ക് AK ബാലൻ എന്ന നേതാവിനോട് ഒരു ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത്. വലിയ ഔപചാരികത ഇല്ലാതെ നമുക്ക് കാര്യങ്ങളിലേക്ക് വരാം. AK ബാലൻ്റെ ശരീരഭാഷ ചിലത് സംസാരിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ കേരളത്തിലെ ഏറ്റവും തിരക്ക് പിടിച്ച നേതാക്കളിൽ ഒരാളായിരുന്നു AK ബാലൻ. പലപ്പോഴും കോടിയേരി പല കാര്യങ്ങളിലും ബാലനോട് ചോദിക്കൂ എന്ന് എന്നോട് പറഞ്ഞ ഓർമ്മ എനിക്കുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ശാന്തനായി വലിയ തിരക്കൊന്നുമില്ലാതെ ചില മണ്ഡലങ്ങൾ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ഇങ്ങനെ AK ബാലൻ ഇരിക്കുകയാണ്. എന്താണ് മനസ്സിലുള്ളൊരു ചേതോവികാരം? നിങ്ങളുടെ ധർമ്മടക്കാരനാണല്ലോ, ധർമ്മടുമായി ഭയങ്കര വൈകാരിക ബന്ധവും. അതെ അതെ. ആ ധർമ്മടത്തെൻ്റെയും കുറേ രക്തം വീണ മണ്ണാണല്ലോ ബ്രണ്ണൻ കോളേജ്. അതെ അതെ. ആ സമയത്ത് നിങ്ങളുടെ അച്ഛന് അതെ അതെ എന്നെ നന്നായിട്ടറിയാം, ആ കുടുംബത്തെ. അതെ. ആ സമയത്ത് നിങ്ങൾ ചെറിയ കുട്ടിയാണ്. അപ്പം ഞങ്ങൾ പാർട്ടിയിൽ ശക്തമായിട്ടുള്ളൊരു നിലപാടെടുത്തു. ഏറ്റവും നല്ലൊരു നിലപാടാണ്. പാർലമെൻ്ററി രംഗത്ത് കൊടുത്തു. പാർട്ടിയിലെടുത്ത ഒരു നിലപാട് 75 വയസ്സ് പൂർത്തിയായ ആൾക്കാരെ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നുള്ളതാണ്. അത് പുതിയ ഒരു തലമുറ വരണം, അല്ലെങ്കിൽ മുരടിച്ചു പോകും ലീഡർഷിപ്പ്. പാർലമെൻ്ററി രംഗത്താണെങ്കിൽ തുടർച്ചയായി 2 ടേം പൂർത്തീകരിച്ച ആൾക്കാരെ മാറ്റുക. അനിവാര്യമായ സാഹചര്യത്തിൽ ആർക്കെങ്കിലും എക്സംഷൻ കൊടുക്കണമെങ്കിൽ കൊടുക്കുക. ഈ നയത്തോട് പരിപൂർണമായി യോജിച്ച ഒരാളാണ് ഞാൻ. അത് ശക്തമായി അതിനുവേണ്ടി വാദിച്ച. അതെ പാർട്ടിയിൽ. അതെ. ഈ 75 എന്നുള്ളതിന് പകരം 70 വയസ്സായിരുന്നു എൻ്റെ നിർദ്ദേശം. എന്നിട്ട് 70 വയസ്സിനപ്പുറം ഉള്ള ആൾക്കാർക്ക് ഒരു 1/3 പ്രൊട്ടക്ഷൻ കൊടുക്കുക ഭരണഘടനാപരമായി. അപ്പം എന്താ വെച്ചാൽ ഈ ട്രാൻസിഷൻ സ്റ്റേജിൽ കുറച്ച് പേരുണ്ടാവും, ഈ ഗ്യാപ്പ് അത്ര ഉണ്ടാവില്ല. അതായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. തലമുറ മാറ്റം പതുക്കെയായിരിക്കും. ഈ എല്ലാം ബാധിക്കില്ല, സംഘടനയെ ബാധിക്കില്ല. ഒരു 1/3 എന്ന് പറയുന്നത് എല്ലാവരെയല്ല. പ്രത്യയശാസ്ത്രപരമായി, രാഷ്ട്രീയമായി, സംഘടനാപരമായി ഏറ്റവും വലിയ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ആൾക്കാരെ നിലനിർത്തുക. ആ സമയത്ത് പ്രകാശ് കാരാട്ട് അതുപോലെ ഈ പ്രായം കൂടി പക്ഷേ നല്ല ആരോഗ്യമുണ്ടെങ്കിൽ അവരെയും പാർട്ടിക്ക് ഉപയോഗിക്കാവുന്നില്ല. ആരോഗ്യത്തിൻ്റെ മാത്രം പോരത്, ആരോഗ്യം ഉണ്ടെന്നുള്ളതല്ല, പ്രത്യയശാസ്ത്ര രാഷ്ട്രീയ സംഘടനാ രംഗത്തും നിങ്ങളീ പറഞ്ഞ ആരോഗ്യം ഉണ്ടെങ്കിൽ ഒരു നിശ്ചിത ശതമാനത്തെ റിട്ടൈൻ ചെയ്യുക ഭരണഘടനാപരമായി. അപ്പോൾ എൻ്റെ മനസ്സിൽ SRP, അതുപോലെ തന്നെ സീതാറാം യെച്ചൂരി, പ്രകാശ് കാരാട്ട്, വൃന്ദ കാരാട്ട്, സുഭാഷിണി അലി, അതിൽ കുറച്ചാളെങ്കിലും റിട്ടൈൻ ചെയ്യാൻ പറ്റുമല്ലോ. പക്ഷെ അത് പിന്നെ സ്വീകരിച്ചിരുന്നില്ല. അപ്പോൾ 70 വയസ്സാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ 75 വയസ്സായി പോകുന്ന സമയത്ത് ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു മാനസിക വിഷമം എനിക്കുണ്ടായിട്ടില്ല. പാർലമെൻ്ററി രംഗത്ത് 2 ടേം കഴിഞ്ഞ ആൾക്കാരെ ഒഴിവാക്കണമെന്നുള്ളതിലും ശക്തമായിട്ടുള്ള നിലപാടെടുത്തിട്ടുള്ള ഒരാൾ തന്നെയാണ് ഞാൻ. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടപടിയാണ്. ഈ 2 ടേം MLA മാർക്ക് നിശ്ചയിച്ചപ്പോൾ മന്ത്രിമാർക്ക് 1 ടേം നിശ്ചയിക്കണമെന്ന് സെക്രട്ടേറിയറ്റിലെ ചർച്ചയിൽ അത് പൈലറ്റ് ചെയ്യുന്നതിൽ 2-3 പേർക്ക്, കോടിയേരി, AK ബാലൻ തുടങ്ങിയ ആൾക്കാർക്ക് നിർണായക പങ്കുണ്ടെന്നാണ് കേട്ടത്. അല്ല, അതിനെപ്പറ്റി അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. പക്ഷേ ഇതിൽ ശക്തമായിട്ടുള്ള നിലപാടായിരുന്നു. 2 ടേം കഴിഞ്ഞ ആൾക്കാർക്ക്, അനിവാര്യതയുള്ള ആൾക്കാർക്ക് മാത്രം എക്സ്റ്റൻഷൻ കൊടുക്കുക. അത്തരം അതിപ്പം നടപ്പിലാക്കി. അപ്പം അതിൻ്റെ ഭാഗമായി ഞങ്ങൾക്കൊക്കെ പഴയതുപോലുള്ള വർക്ക് ലോഡ് ഉണ്ടാവില്ല. പക്ഷേ വർഗഭോജന സംഘടനകളുടെ പ്രവർത്തനം ഉണ്ടാവും. അതെ അതെ. വർഗഭോജന സംഘടനകളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ തന്നെ ഭാഗമാണ്. പലത്തിനും പാർട്ടിയുടെ ലീഡർഷിപ്പിലില്ലെങ്കിൽ പോലും പ്രവർത്തന രംഗത്ത് അത്ര കുറവുണ്ടെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ആരോഗ്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘടനാ രംഗത്ത് ശ്രദ്ധിക്കാൻ എന്നെപ്പോലുള്ള ആൾക്കാരെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. സ്റ്റേറ്റ് കമ്മിറ്റി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്.
ആ സംഭാവന പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ നിർവഹിക്കുന്നുമുണ്ട്. ഈ ശരിക്കും തെരഞ്ഞെടുപ്പ് വേളയിൽ ഈ പഴയ സഖാക്കളെ നേതാക്കളെ എല്ലാം കൃത്യമായി സംസ്ഥാന തലത്തിൽ തന്നെ പ്രചരണത്തിന് ഉപയോഗിക്കുകയല്ലേ വേണ്ടത്? അത് രാഷ്ട്രീയമായി പാർട്ടി എടുക്കുന്ന അല്ലെ സംഘടനാപരമായി പാർട്ടി എടുക്കുന്ന ഒരു തീരുമാനത്തിലെ പെശകല്ലേ? കാരണം തെരഞ്ഞെടുപ്പാണ്, വിജയിക്കണം, രാഷ്ട്രീയമായ വിജയം നേടണം. ആ ഘട്ടത്തിൽ എ കെ ബാലന് ആരോഗ്യമുണ്ട്, അല്ലെങ്കിൽ എ കെ ബാലൻ എന്നുമല്ല മറ്റു പല നേതാക്കളെയും, അത്തരം നേതാക്കളെയെല്ലാം കൃത്യമായി ഉപയോഗിക്കുകയല്ലേ വേണ്ടത്? അത് ഉപയോഗിക്കുന്നുണ്ട്. സംഘടനാ തലത്തിൽ പ്രവർത്തന രംഗത്തും പ്രചരണ രംഗത്തും ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. പഴയ പൊളിറ്റിക്കൽ സ്റ്റാറ്റസ് ഉണ്ടാവില്ല. അത് കാരണം 75 വയസ്സ് തികഞ്ഞ ആൾക്കാർക്ക് ബാറാണല്ലോ. അതൊഴിവാക്കിയാൽ ദൈനംദിന തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ അവരവരുടെ ആരോഗ്യ സ്ഥിതി വെച്ചുകൊണ്ട് ഫലപ്രദമായിട്ട് പാർട്ടി ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. എ കെ ബാലൻ എന്ന ഈ കോഴിക്കോട്ടുകാരും കണ്ണൂരുകാരൊക്കെ ബാലേട്ടൻ എന്ന് വിളിക്കുന്ന സഖാവിനെ രാഷ്ട്രീയ പൊതുയോഗത്തിൽ കോഴിക്കോട് കാണാനില്ല, കണ്ണൂർ കാണാനില്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എല്ലായിടത്തും ഉണ്ടായിരുന്നു. അല്ല, അതിപ്പോൾ ആരോഗ്യസ്ഥിതി ഉണ്ടല്ലോ. അത് ഞാൻ തന്നെ അത്യാവശ്യമുള്ള ചില സ്ഥലങ്ങളിലാണ് പോകാറുള്ളത്. പഴയതുപോലെ വ്യാപകമായിട്ട് പോകുന്നില്ല. ചിലത് വേണ്ടാന്ന് തന്നെ വകലാണ്. ഞാനിനി ഇതിലേക്ക് വരികയാണ്. പാർട്ടിയിൽ സമീപകാലത്തൊന്നും ഇല്ലാത്ത വിധം ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഒരുപാട് പേർ ഇടതിൻ്റെ മുഖങ്ങളായിരുന്നവർ ഇടത് പാളയം വിട്ടുപോയിട്ടുണ്ട്. കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി, അമ്പലപ്പുഴയിൽ ജി സുധാകരൻ, അത് ഇങ്ങ് ഏറ്റവും ഒടുവിൽ കണ്ണൂരിൽ പാർട്ടിയുടെ ഏറ്റവും ശക്തി കേന്ദ്രമായ മലപ്പട്ടത്താണ് ഈ ടി കെ ഗോവിന്ദൻ മാഷ് പോകുന്നത്. തൊട്ടപ്പുറത്ത് പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ. എന്താ പാർട്ടിക്ക് പറ്റുന്നത്? അല്ല, പാർട്ടിക്ക് ഈ ചോദ്യത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് ഗൗരവത്തിൽ പരിശോധിക്കേണ്ട ചില കാര്യങ്ങൾ അതിലുണ്ട് എന്നുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിച്ചിട്ടുണ്ട്. പണ്ടിത് ബൂർഷ്വാ പാർട്ടികളിലാണ് കാണാറുള്ളത്. ഇപ്പോൾ അത് ഞങ്ങളുടെ പാർട്ടിയിലേക്കും വന്നു കഴിഞ്ഞു. അപ്പോൾ അത് ആവർത്തിക്കാതിരിക്കാനുള്ള രാഷ്ട്രീയ സംഘടന പ്രത്യയശാസ്ത്ര ബോധം അതിൽ വന്നിട്ടുള്ളൊരു പെശകാണത്. പരമാവധി കമ്മ്യൂണിസ്റ്റുകാരായ ഞങ്ങളുടെ എല്ലാം മനസ്സിൽ ഉണ്ടാകേണ്ട ഒരു കാര്യം കമ്മിറ്റ്മെൻറ്റാണ്. ആരോട്? തൊഴിലാളി വർഗത്തോടും തൊഴിലാളി വർഗ പാർട്ടിയോടും. ഒന്നാമത് രക്തസാക്ഷികളുടെ ഒരു പാർട്ടിയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രശ്നം മാനസികമായി ഒരാൾക്ക് വരുന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ ആൾക്കാരോടും പറയുന്നതാണത്. ഞാൻ എൻ്റെ അനുഭവം വെച്ചാൽ പറയാറ്. നമ്മൾ ഈ പാർട്ടി പ്രവർത്തിക്കുന്ന സമയത്ത് എല്ലാ രൂപത്തിലും നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിൽ കാര്യങ്ങൾ പോയിക്കൊള്ളണമെന്നില്ല. പാർട്ടി തീരുമാനിച്ചോളണമെന്നുമില്ല. ചിലപ്പോൾ നമ്മുടെ ആഗ്രഹത്തിന് നേരെ വിപരീതമായിട്ടായിരിക്കും പാർട്ടി തീരുമാനം വരുന്നത്. ആ സമയത്ത് മനസ്സ് പതറാതിരിക്കാൻ രക്തസാക്ഷികളെ ഓർക്കണം എന്നാണ് ഞാൻ പറയാറുള്ളത്. ഞാനിപ്പോൾ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതിൻ്റെ ഭാഗമായി ജി സുധാകരനൊരു അനുഭവമാണ്. ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന ആളാണ്. വളരെ ക്യാബിനറ്റിൽ മാത്രമല്ല, ഒന്നായിട്ട് എസ് എഫ് ഐയിലും പ്രവർത്തിച്ചല്ലേ. 1970 മുതലുള്ള ബന്ധമാണ്. പാലക്കാട് വെച്ചാണ് എസ് എഫ് ഐയുടെ 1ാം സംസ്ഥാന സമ്മേളനത്തിൽ ഞാൻ കാണുന്നത്. അദ്ദേഹമായിരുന്നു പതാക ഉയർത്തിയത് ഇവിടെ. ഞാനന്ന് ഭരണം കോളേജിൽ നിന്ന് വരുന്ന ഒരു കുരുമുളക് സൈസ് ഈ പൊട്ടിത്തെറിക്കുന്ന ഒരു ശൈലിയിലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് 2ാം സംസ്ഥാന സമ്മേളനം കോട്ടയത്ത് വെച്ചാണ് ഞാനും സുധാകരനും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലുണ്ടായിരുന്നു അന്ന്. കോട്ടയത്ത് ഞാൻ പറയാൻ പാടില്ലാത്തൊരു വിമർശനം, അത് ഞാൻ പിന്നീട് തന്നെ ഞാൻ കൺഫസ് ചെയ്യാണ്. അന്നത്തെ ഒരു ആവേശത്തിൽ ഒരു പ്രയോഗം ഞാൻ നടത്തിയിരുന്നു. ആ പ്രയോഗത്തിൻ്റെ ഉള്ളടക്കം ഇതായിരുന്നു. അതായത് അന്ന് ഈ മാക്ബത്തും ഷേക്സ്പീരിയൻ കൃതികളൊക്കെ തലക്ക് പിടിച്ചൊരു കാലഘട്ടം. അയാളാണെങ്കിൽ ഇംഗ്ലീഷ് MA ആണ്. ഞാൻ പിന്നെ ഇംഗ്ലീഷ് ഐച്ഛിക വിഷയമായിട്ട് എടുത്ത ഒരാളല്ല. എന്നാലും ഷേക്സ്പീരിയൻ കൃതികൾ വലിയ സ്വാധീനിച്ചതാണ്. അന്ന് ഈ മാക്ബത്ത് തലക്ക് പിടിച്ചൊരു കാലഘട്ടം. എല്ലാ SFI ക്കാർക്കും അറിയാം. അന്നത്തെ ഈച്ച് ആൻഡ് എവരി പേജിൽ ബ്ലഡ് എന്നോ ബ്ലഡി എന്നോ ഉണ്ടാവും. ഇത് ഈ മാക്ബത്തിൻ്റെ എന്ന് പറഞ്ഞാൽ മാക്ബത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ബ്ലഡിൻ്റെയും ബ്ലഡിയുടേതുമാണ്. അപ്പോൾ ഇതെൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഈ റിപ്പോർട്ടിൽ മിക്ക പേജിൽ ജി സുധാകരൻ എന്നുള്ള പേരുണ്ട്. അപ്പം ഞാൻ ഉപമിക്കുമ്പോൾ ഒരു വാചകാന്ന് പറഞ്ഞു, ഈ മാക്ബത്തിലെ ബ്ലഡിൻ്റെയും ബ്ലഡിയുടെയും ആവർത്തനങ്ങൾ പിന്നെ സ്ഥാനത്താണ് SFIയുടെ സംഘടനാ റിപ്പോർട്ടിലുള്ള ജി സുധാകരൻ്റെ സ്ഥാനം. എല്ലാ പേജിലും ഇതുണ്ട്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ വല്ലാതെ ഹർട്ട് ചെയ്യല്ലോ. അതിനാണ് ശക്തിയായിട്ടുള്ള മറുപടിയും
പറഞ്ഞു ഇത് ഒരു സോംനാംബുലീസാണ്, ഒരു ഉറക്കത്ത് നടത്താണ് ഈ എന്നുള്ള രൂപത്തിൽ എന്നെ പരിഹസിക്കുകയും ചെയ്തു. സ്റ്റേറ്റ് കമ്മിറ്റിയിൽ എൻ്റെ പാനൽ കണ്ണൂരിൽ നിന്ന് വന്ന സമയത്ത് സുധാകരൻ എല്ലാം വെട്ടി പറ്റില്ല എന്ന് പറഞ്ഞു, മാപ്പ് പറയണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ് അത് വേറെ ആളോ നോക്കണമെന്ന് പറഞ്ഞു. പക്ഷേ കൊല്ലത്ത് ഞാൻ എത്തിയല്ലോ, അത് ഞാൻ ബ്രണ്ണൻ കോളേജ് ചെയർമാനായിട്ട്. പിന്നെ ഞാനൊരു അനിവാര്യമായ ഘടകമായല്ലോ, എന്നെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. ആ സമ്മേളനത്തിൽ വെച്ച് ജി സുധാകരനെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി പ്രസിഡന്റാക്കി കോടിയേരി സെക്രട്ടറി ആയി. അതിൽ ഭയങ്കര പ്രതിഷേധം കുട്ടിയൊക്കെ ഉണ്ടായി. അതിലാണ് സഖാവ് EMS സംസാരിക്കുമ്പോൾ അതെ. അപ്പൊ ഈ പാനൽ വന്ന സമയത്ത് സുധാകരനെ കാണുന്നില്ല, സുധാകരനെ ഹാള് വിട്ടിന്. അപ്പൊ ജി സുധാകരൻ ഇവിടെ ഞങ്ങൾക്ക് കാണണമെന്നും പറഞ്ഞ് ഒരു വിഭാഗം SFI കുട്ടികൾ ഭയങ്കര ബഹളായിരുന്നു. അപ്പോഴാണ് EMS സംബോധന ചെയ്യുന്നത്. പ്രസംഗിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് വരെ എത്തി. അതൊന്നും ഇപ്പൊ ഊഹിക്കാൻ പറ്റുന്നതല്ല. അപ്പൊ EMS പറഞ്ഞു നിങ്ങൾക്ക് സ്റ്റേറ്റ് കമ്മിറ്റിയെ തിരഞ്ഞെടുക്കാനേ നിങ്ങൾക്ക് അധികാരമുള്ളൂ, ഭാരവാഹികളെ തിരഞ്ഞെടുക്കേണ്ടത് സ്റ്റേറ്റ് കമ്മിറ്റിയാണ്. ഇപ്പൊ അതിൽ നിന്ന് മാറി. ഇപ്പൊ നമ്മൾ നേരിട്ട് തന്നെ വർഗഭോജന സംഘടനകൾ നേരിട്ട് ഭാരവാഹികളെ തിരഞ്ഞെടുക്കലാണ്, എന്നതായിരുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള കുറെ അനുഭവം ഉണ്ട്. പിന്നീട് ഞങ്ങൾ നല്ല സൗഹൃദത്തിലായി. മന്ത്രി ഉടക്കിയിട്ടാണ് തുടങ്ങിയത്. പിന്നെ സൗഹൃദത്തിലായി. ഘടക്ക് അദ്ദേഹത്തിന് ചില ഇപ്പോഴുള്ളതല്ല, ആദ്യം ഒരു ചെറിയൊരു ഇളക്കമുള്ള സമയത്ത് എൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാനിത് കൺഫസ് ചെയ്തു അദ്ദേഹത്തിന് അനുകൂലമായിട്ട്. അപ്പൊ അയാളെ തെറ്റിദ്ധരിപ്പിച്ചു ചില പത്രക്കാർ, ബാലൻ നിങ്ങളെ വിമർശിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ചോദിച്ചു എന്തിനാ ബാലൻ ഈ പാലക്കാടുള്ള ബാലൻ എന്തിനാ ആലപ്പുഴയിൽ എന്നെ വിമർശിക്കുന്നത്. പിന്നെ ഇത് വായിച്ച ആൾക്കാർ പറഞ്ഞു കൊടുത്ത് നിങ്ങളെ വിമർശിച്ചതല്ല, അയാള് ഇത് വെച്ചിട്ട് കൺഫസ് ചെയ്താണെന്ന് പറഞ്ഞു. പിന്നെ അയാളത് ബോധ്യപ്പെട്ടു. ഇപ്പോഴുള്ളത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എതിർക്കാതിരിക്കാൻ പറ്റില്ല. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ലത്. ഇപ്പം നിങ്ങൾ എൻ്റെ ഈ വീട്ടിൻ്റെ ഒരു ചെറിയ ലൈബ്രറി ഉണ്ട് എനിക്ക്. ആ ലൈബ്രറിയിൽ ഞാൻ ആദ്യം വെച്ച ഫോട്ടോ ആയിരുന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭുവനേശ്വരൻ്റെ ഫോട്ടോ ആണ്. പിന്നീടുള്ളത് അഷ്റഫിനെ നിങ്ങൾക്കറിയാമോ, എന്നെ രക്ഷിക്കാൻ അതെ അഷ്റഫിൻ്റെ ഫോട്ടോ ഉള്ളത്. ഈ ഭുവനേശ്വരൻ എന്ന് പറഞ്ഞാൽ 1977 ഡിസംബർ 7-ാം തീയതിയാണ് KSUക്കാർ കൊല ചെയ്യുന്നത്. പന്തളം NSS കോളേജിൽ വെച്ചിട്ട്. പന്തളം പറഞ്ഞാൽ മനസ്സിലായില്ല. അന്ന് ഈ തലച്ചോറ് തെറിച്ചൊരു രംഗമുണ്ട്. ആരെ? ഭുവനേശ്വരൻ്റെ. ആ കാഴ്ച കണ്ടിട്ട് മിക്ക പൊതുയോഗങ്ങളിലും ജി സുധാകരൻ പ്രസംഗിക്കാറുള്ളത് എങ്ങനെയാണെന്നറിയോ? ഈ കൊലയുണ്ടല്ലോ, കൊലയുടെ പൂങ്കുല തെറിച്ച് വീഴുന്നത് പോലെയാണ് എൻ്റെ സഹോദരൻ്റെ തലച്ചോറ് കോളേജ് അന്തരീക്ഷത്തിൽ തെറിച്ച് വീഴുന്നത്. തലച്ചോറും ചോരയും ഒന്നായിട്ടുള്ള ആ ദൃശ്യം ഞാൻ ഇന്ന് ഓർക്കുകയാണ് എന്നും പറഞ്ഞിട്ടുള്ള എല്ലാ രക്തസാക്ഷി ദിനങ്ങളിലും വൈകാരികമായി അദ്ദേഹം പ്രസംഗിക്കുന്നതാണിത്. പറയാറുണ്ട്. 1980 ഞങ്ങളും എയും യോജിപ്പായിരുന്നു അന്ന്. അപ്പോൾ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ചെറിയാൻ വലിപ്പായിരുന്നു, SFIയുടെ സംസ്ഥാന സെക്രട്ടറി ഞാനും. അപ്പം ഞങ്ങൾ മുന്നണി ഉണ്ടാക്കി. അപ്പം എന്നെ ഇയാൾ വിളിച്ചിട്ട് ശകാരിച്ചു, ബാക്കി എവിടെയെങ്കിലും നിങ്ങൾ മുന്നണി ഉണ്ടായിക്കോ, ഇവിടെ ആലപ്പുഴ പറ്റില്ല. കാരണം എൻ്റെ അരിജനെ കൊലപ്പെടുത്തിയിട്ട് 3 വർഷമായിട്ടേ ഉള്ളൂ, മുന്നണി വേറെ എവിടെയെങ്കിലും നോക്കിക്കോ, ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞ ആള് ഇപ്പം പറയുന്നത് അത് നായന്മാർ ഗുണ്ടകളി ചെയ്തതാണ്. ആ രക്തസാക്ഷിത്വത്തെ അങ്ങനെ തന്നെ അവമതിക്കുകയാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരനത് ആലോചിക്കാൻ പോലും പറ്റില്ല. സ്വന്തം കുടുംബത്തിലെ സ്വന്തം ഹൃദയ രക്തം അതിൽ പങ്കാളിത്തമുള്ള ഒരാള് രാഷ്ട്രീയമായ കാരണങ്ങൾ എന്തോ ആയിക്കോട്ടെ എതിർചേരിയിൽ പോയാൽ അനുജനെ എങ്ങനെ മറക്കാൻ പറ്റും? രക്തസാക്ഷി എങ്ങനെ മറക്കാൻ പറ്റും? അപ്പോൾ ഓരോ അമ്മ വായിച്ചിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ ഇല്ലേ, മാർച്ചിങ് കോർജിൻ അമ്മ പറയുന്നില്ലേ, ഞാൻ നിങ്ങളെ സഖാക്കളെ കാണുമ്പോൾ എൻ്റെ മകൻ്റെ ആത്മാവിനെയാണ് ഞാൻ കാണുന്നതെന്ന് പറയുന്നില്ലേ? നിങ്ങളെ കൂടെ കാണുന്നു. പവേൽ മരണപ്പെട്ടു പോയല്ലോ. പവേലിൻ്റെ മുഖം ഞാൻ കാണുന്നത് നിങ്ങളിൽ കൂടിയാണ്. നിങ്ങളുടെ മുഖം കാണുമ്പോൾ പവേലിൻ്റെ ആത്മാവാണ് എൻ്റെ മനസ്സിലുള്ളതെന്ന്. അപ്പം ഞാൻ തന്നെ SFI പിള്ളേരോടും എല്ലാത്ത സ്ഥലങ്ങളിലും പ്രസംഗിക്കുന്ന സമയത്തും ജനറൽ ബോഡി യോഗങ്ങളിലും പറയുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും പല സംഘടനാ പ്രശ്നങ്ങളും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടല്ലോ. ആ സമയത്തൊക്കെ ഞാൻ പ്രയോഗിക്കുന്നൊരു പ്രയോഗം, എന്തെങ്കിലും തെറ്റ് പാർട്ടി ചെയ്തു എന്ന് തന്നെ ചെയ്തു എന്ന് വിചാരിക്കുക. എന്നാൽ നിങ്ങളുടെ മുഖത്ത് വരേണ്ടത്, നിങ്ങൾ ഓർക്കേണ്ടത് രക്തസാക്ഷികളെയാണ്. രക്തസാക്ഷികളെ ഓർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും
യാതൊന്നും ഉണ്ടാകില്ല. അപ്പോൾ ഈ സ്ഥിതിയിലേക്ക് എങ്ങനെ എത്തി? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പാർലമെൻ്ററി വ്യാമോഹമാണ് എന്ന് ഞാൻ പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഇയാൾ ജി സുധാകരൻ മത്സരിച്ചില്ലായിരുന്നു എന്ന് വിചാരിക്കുക, എന്നാൽ ഞാനിത് പറയില്ലായിരുന്നു. ശശി ഇവിടെ മത്സരിച്ചില്ലായിരുന്നു എന്ന് വിചാരിക്കുക, ഏത് പി കെ ശശി. അല്ല, അതിലേക്ക് ഞാൻ വരാം. ഈ ജി സുധാകരന്റെ കാര്യത്തിൽ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് നേരത്തെ ഒരു ഡീൽ ഉറപ്പിച്ചത് കൊണ്ടാണ് ഞാൻ വിളിച്ചപ്പോൾ ഫോൺ എടുക്കാത്തത്. പിണറായി വിളിച്ചില്ല എന്നാണ് ജി സുധാകരൻ പറയുന്നത്. ഈ നിങ്ങൾ രണ്ടുപേരും പിണറായിയുടെ വാത്സല്യം നല്ലപോലെ കിട്ടിയ ആളാണ്, ജി സുധാകരനായാലും എ കെ ബാലനായാലും. അങ്ങേക്ക് എന്താണ് ഈ ഒരു വാചകത്തെ തോന്നുന്നത്? അതെന്താ വെച്ചാൽ അയാളെ പിണറായിനെ വല്ലാതെ ഹർട്ട് ചെയ്താണത്. പിണറായി, ഞാൻ നിങ്ങളോട് പറയാം, കളവ് പറയില്ല. ഇല്ല, 3 പ്രാവശ്യം വിളിച്ചു എന്ന് പറയുന്നത് സത്യസന്ധമാണ്. എന്നിട്ട് അയാൾ ഫോൺ എടുത്തില്ല എന്നുള്ളത് എരപ്പത്തരം തന്നെയാണ്. രാഷ്ട്രീയ ചട്ടത്തരം. രാഷ്ട്രീയ ചെറ്റത്തരം എന്നാണ്. ചെറ്റത്തരം എന്ന് അദ്ദേഹം ഉപയോഗിച്ചത് രാഷ്ട്രീയ ഡിക്ഷണറി, അതിൻ്റെ അർത്ഥം അറിയാത്തത് കൊണ്ടാന്ന് നോക്കി ആൾ പറഞ്ഞു. ഞാൻ മലയാള ഡിക്ഷണറി നോക്കി. ചെറ്റത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പത്തരം എന്നാണ് അർത്ഥം, അർത്ഥമില്ലാത്ത വാക്ക് എന്നാണ് അർത്ഥം. മാത്രമല്ല ഈ വടകര തലശ്ശേരി ചെറ്റാന്ന് പറഞ്ഞാൽ ഓല കൊണ്ടുള്ള വീടാണ്. വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറയും റൂഫും നിങ്ങൾക്കറിയാം, അനുഭവം ഉള്ളതാണല്ലോ. ഞാൻ അതിൽ താമസിച്ച്, ഇയാൾ താമസിച്ചിട്ടൊന്നുമില്ല. ഇയാൾ മേൽക്കുര ഓരാന്നാ പറഞ്ഞേ. മേൽക്കുര ഓരിയാണ് ഏത് പ്രമാണിട്ട് വന്ന്, ഓട് വളരെ കുറവാണ്. ചുറ്റും മറ വെച്ചിട്ട് കല്ലുകൊട്ടി തന്നെയാണ് അയാളെ വീട്. ഞാനതായിരുന്നില്ല. അപ്പോൾ ചെറ്റ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓല വീട് എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ ബാമ്പോ, ഈ മുളയുടെ വീട്. അതിനാണ് ചെറ്റ എന്ന് പറയുക. ചെറ്റത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പത്തരം എന്നാണ്, മീൻലെസ്. ഇംഗ്ലീഷിൽ മീൻലെസ് എന്നാണ് പറയുക. അപ്പോൾ ചെറ്റത്തരം എന്നുള്ളത് സാധാരണ നിലയിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അതിനേക്കാൾ അപ്പുറമുള്ള വാക്കുണ്ടെങ്കിൽ അത് ഉപയോഗിക്കും. കാരണം എന്താ വെച്ചാൽ കമ്മ്യൂണിസ്റ്റുകാരൻ കെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാലും ആ നാറ്റം പോവില്ല. അതാണ് മാവോ പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റുകാരൻ കട്ടാല സഖാക്കളെ മുട്ട കെട്ടതുപോലെയാണെന്ന് മാവോ പറഞ്ഞിട്ടുണ്ട്. കാരണം ആ നാറ്റം കൊണ്ട് പിന്നെ അങ്ങോട്ടേക്ക് ആരും എടുക്കില്ല. ആ അധപ്പതനത്തിലേക്ക് എത്താൻ പാടില്ലായിരുന്നു സുധാകരൻ. ഈ ഒരു നല്ല വിശ്വാസത്തിലാണ് ഞങ്ങളെപ്പോലുള്ളവർ അദ്ദേഹത്തെ ബഹുമാനിച്ചത്, ആദരിച്ചത്. പ്രത്യേകിച്ച് ഒരു രക്തസാക്ഷി കുടുംബത്തിലെ പ്രധാനപ്പെട്ട ഒരു അംഗവും. അങ്ങനെ പിണറായി വിജയൻ ഇയാളെ കാണാൻ പോകുന്നു, വിളിക്കുന്നു. അപ്പോൾ പിന്നെ പെട്ടെന്ന് കോൺഗ്രസിൻ്റെ തൊപ്പി തലയിലേക്ക് വെച്ചാൽ, ഷാൾ അണിഞ്ഞു കഴിഞ്ഞാൽ ഇത് പഴയ ഡീല് തന്നെയാണ്, 1 വർഷം മുമ്പേ തുടങ്ങി എന്ന് വിചാരിച്ചാൽ അതൊരു റീസണബിൾ ആയിട്ടുള്ള തോന്നലല്ലേ? തെറ്റു പറയാൻ പറ്റുമോ? അതിപ്പോൾ എടുത്തിട്ട് അമ്പലപ്പുഴയിലെ വിധി എന്താവും? അമ്പലപ്പുഴയിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി തമ്പിങ് മെജോറിറ്റിയിൽ ജയിക്കും. വർഗവഞ്ചകന്മാരെ അവിടെ അവർ വെച്ച് പൊറുപ്പിക്കില്ല. ഒന്നാമത് പുന്നപ്പുറ വയലാരെന്ന് പറയുമ്പോൾ രോമം എടുത്ത് പിടിക്കുന്ന സ്ഥലമല്ലേ, എന്ന് രോമാഞ്ചം കൊള്ളുന്ന സ്ഥലമല്ലേ, പാർട്ടിയുള്ള സ്ഥലമാണ്, പാർട്ടിയുള്ള സ്ഥലമല്ലേ. എങ്ങനെയാണ് ഇവർക്കൊക്കെ ഇത് തോന്നുന്നത് എന്നുള്ളതാണ് എനിക്ക് അത്ഭുതം തോന്നുന്നത്. പക്ഷേ അങ്ങനെ പാർട്ടി ഉള്ള സ്ഥലത്ത്, അതായത് പാർട്ടിക്ക് എല്ലാ തലത്തിലും ശക്തിയുള്ള സ്ഥലമാണ്, സംഘടനാപരമായി രാഷ്ട്രീയപരമായി ഉൾക്കരുത്തുള്ള സ്ഥലത്ത് ഇത്രയും പ്രധാനപ്പെട്ട ഒരു നേതാവിന് പോകാൻ പറ്റുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു സംഘടനാ ദൗർബല്യമില്ലേ? സംഘടനാ ദൗർബല്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കണം. പിന്നെ അയാളെ മനസ്സിനെ ഹർട്ട് ചെയ്ത എന്തെല്ലോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അയാൾ പറയുന്നുണ്ട്. അതൊന്നും ഒരു രൂപത്തിലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഉണ്ടെങ്കിൽ എനിക്കറിയില്ല. അല്ല, ഗോവിന്ദൻ മാസ്റ്ററുടെ ചിരി ഒരു പ്രധാന ഘടകമെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതൊന്നും ഒരാളിപ്പോൾ ചിരിച്ചു പോയി കഴിഞ്ഞാൽ രാജിവെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കരഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ചിരിച്ചാൽ പോക്കാണോ? അല്ലെങ്കിൽ ഭംഗിയില്ലാത്തൊരു ചിരി അതുകൊണ്ടാണ് ഞാൻ പോയെന്ന് പറയാൻ പറ്റുമോ? ചിരിയൊരു കാരണമൊന്നുമല്ല. അദ്ദേഹം പറഞ്ഞെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും അനുവദിച്ചിട്ടുള്ളൊരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം സുധാകരന് വേണ്ടി ലംഘിക്കാൻ പോകുന്നില്ല. സ്വാഭാവികമല്ലേ ഒരു പാർട്ടിൻ്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. അതിന് രാജിവെച്ച് ഇനി അമ്പലപ്പുഴയിൽ നിന്ന് നമുക്ക് നേരെ പാലക്കാട്ടേക്ക് വരണം. അങ്ങ് കൂടി നേരിട്ട് ഭാഗമായതാണ് പി കെ ശശിക്കെതിരായ നടപടി, പാർട്ടിക്കകത്തെ നടപടി. അന്വേഷണ കമ്മീഷൻ അന്നത്തെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ എ കെ ബാലനും പി കെ ശ്രീമതിയുമായിരുന്നു പാർട്ടിക്ക് കിട്ടിയ പരാതി അന്വേഷിച്ചത്. അന്ന് നിങ്ങൾ സംരക്ഷിച്ചതല്ലേ പി കെ ശശിയെ? ഇപ്പോൾ കുറ്റബോധമില്ലേ? സംരക്ഷിക്കുന്നതിൻ്റെ പ്രശ്നവും കുറ്റബോധത്തിൻ്റെ പ്രശ്നവും ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റ് ചെയ്തവരെ തിരുത്താൻ വേണ്ടിയിട്ടാണ് ശിക്ഷാ നടപടി ഞങ്ങളുടെ പാർട്ടിയിൽ. ആദ്യം മനസ്സിലാക്കണം. തെറ്റ് ചെയ്തവരെ തിരുത്താൻ വേണ്ടി റെക്ടിഫിക്കേഷനാണ്. എന്നിട്ട് പഴയ ബോധത്തിലേക്ക് അവരെത്തിക്കണം. എന്നിട്ട് അവർക്ക് നഷ്ടപ്പെട്ട സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ അതിനേക്കാളും വലിയ സ്ഥാനത്തേക്ക് അവരെത്തിക്കണം. അപ്പോൾ ഒരു കറക്ഷനാണ്, ഒരു വിദ്യാഭ്യാസമാണ്. ഏത്
നടപടി എന്ന് പറയുന്നത്. അപ്പോൾ നടപടി എടുത്ത ആളിൽ നിന്നും ആജീവനാന്തം പുറത്ത് നിർത്തുക എന്നുള്ള സമീപനം ഞങ്ങൾക്കില്ല. ശശിക്ക് ഉള്ള ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, ഞാൻ വളരെ ചെറുപ്പത്തെ വന്നുള്ളതാണ്. കോടിയേരി ബാലകൃഷ്ണനും ഞാനും, ബാലകൃഷ്ണൻ സെക്രട്ടറി, ഞാൻ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് ഇവിടെ വന്ന സമയത്ത് അന്നും ഈ SFIയിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ശശീനെ ഇവർ ഒഴിവാക്കി. ഏത് 1978 SFI കമ്മിറ്റി SFIയിൽ നമ്മളൊന്നും ഇത് ഈ ഗ്രൂപ്പ് ആലോചിക്കാം. ഭരണകൂടം നോക്കാം. നമ്മൾ ഈ KSUക്കാരൻ്റെ കത്തിയും ചെയിനും കൊണ്ട് വരുന്ന സമയത്ത് ഗ്രൂപ്പിന് സമയം ഉണ്ടാവില്ലല്ലോ. ആ സമയത്ത് ഇവിടെ ഗ്രൂപ്പാണ്. അപ്പോൾ ഈ ആയക്കാട് എന്ന് പറയുന്നൊരു സ്കൂളായിരുന്നു SFIയുടെ ജില്ലാ സമ്മേളനം. അതിൽ വെച്ച് ശശിനെ തോപ്പിച്ചു ഇവരെല്ലാം കൂടി. അപ്പോൾ കോടിയേരി എന്നോട് പറഞ്ഞു, അതൊരു ശരിയല്ലല്ലോ, നമുക്ക് ശശിനെ സംരക്ഷിക്കണം. സ്റ്റേറ്റ് കമ്മിറ്റി ചേർന്നിട്ട് അവരെ ഞങ്ങൾ സ്റ്റേറ്റ് കമ്മിറ്റിയിലെടുത്തു. ആരെ? എന്നിട്ട് ജില്ലാ കമ്മിറ്റിയിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ രക്ഷിച്ച ഒരാളാണ് കോടിയേരി ബാലകൃഷ്ണനും ഞാനും. പിന്നെ ഈ നടപടി എന്ന് പറഞ്ഞാൽ ഒരാഘോഷമാണ്. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫെസ്റ്റിവൽ എന്ന് പറയുന്ന പോലെ ഈ നടപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശശിക്ക് ഒരു ആഘോഷം. എപ്പോഴും നടപടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. ചന്ദ്രനുള്ള സമയത്ത് നടപടി, രാജേന്ദ്രനുള്ള സമയത്ത് നടപടി, ഉണ്ണിയുള്ള സമയത്ത് എപ്പോഴും നടപടി എടുക്കും. പിന്നെ തിരിച്ചു വരും, പിന്നെയും നടപടി എടുക്കും. ഈ അവസാനത്തെ നടപടി എന്ന് പറയുന്നത് അപ്പോഴും ഞാൻ അതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് കിടക്കുന്നില്ല. തിരുത്താൻ ശശി തയ്യാറായിരുന്നുവെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതിനുള്ള അവസരം എന്നുള്ള നിലയിൽ തന്നെയാണ് CITUവിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അയാളെ മാറ്റിയില്ല. പാർട്ടി ബ്രാഞ്ചിലേക്ക് KTDC ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയില്ല. ബ്രാഞ്ചിലേക്ക് ഈ തരം താഴ്ത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു അപകടമുള്ള നടപടിയല്ല. കാരണം അതിനേക്കാളും മുമ്പേ പാർട്ടി അയാളെ സസ്പെൻഡ് ചെയ്തു, ഒരു വനിതാ സഖാവിൻ്റെ ആക്ഷേപത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അതിനേക്കാളും മുമ്പേ അന്വേഷിച്ചു. ഒരു വർഷത്തേക്കാണ് സസ്പെൻഷൻ. 1.5 വർഷം കഴിയുമ്പോഴേക്ക് അദ്ദേഹത്തെ ഞങ്ങൾ തിരിച്ചെടുത്ത് ജില്ലാ കമ്മിറ്റിയിലേക്ക് തന്നെ നമ്മൾ കൊണ്ടുവന്നു. അതിന് ശേഷമാണ് സംഘടനാപരമായ ഈ ഒരു നടപടിയിലേക്ക് പോയത്. അത് നമുക്ക് ശശി തന്നെ സമ്മതിച്ചതാണ് തെറ്റ്. കാരണം ജില്ലാ സെക്രട്ടറിക്കെതിരായി ഒരു പ്രശസ്തനായിട്ടുള്ള പ്രവർത്തകനുമായി അദ്ദേഹം ബന്ധപ്പെട്ട കാര്യം അത് അദ്ദേഹം തന്നെ സമ്മതിച്ചു. പരാതി വന്നു, അല്ല അന്വേഷിച്ചു. ജില്ലാ സെക്രട്ടറിക്കെതിരായില്ലേ, അത് അയാൾ തന്നെ സമ്മതിച്ചു. സുരേഷ് ബാബു അല്ല, ശശി തന്നെ. അപ്പം പിന്നെ നടപടി എടുക്കാതിരിക്കുക എന്നുള്ളത് പറ്റില്ലല്ലോ. എന്നാലും തിരിച്ചു വരട്ടെ എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ധാരണ. തിരിച്ചു വരുന്നുണ്ടെ വന്നോട്ടെ. പക്ഷേ കോൺഗ്രസ് ഇതെന്തായിരുന്നു, ഇപ്പോഴുള്ള പ്രശ്നത്തിലല്ല, ആദ്യമുള്ള ആ വനിതാ പ്രശ്നത്തിൽ അന്വേഷിച്ച എന്തായിരുന്നു വാചകം, എന്തായിരുന്നു ഞങ്ങൾക്കെതിരായിട്ട്? നിങ്ങൾ സംരക്ഷിച്ചു. അതെയല്ല, വേറൊരു വാക്ക് ഞങ്ങൾക്ക് ചാർജ് തന്നല്ലോ. എന്തായിരുന്നു? തീവ്രത കുറഞ്ഞു പോയി. ഞങ്ങൾ പരിശോധിക്കുന്ന ആളാണ്. വലിയ പരിഹാസം. ഏത് സ്കെയിൽ വെച്ചാണോ ചോദിച്ചല്ലോ. ആ നിയമസഭയിൽ ഇത് കൊണ്ടുവന്ന സജീന്ദ്രനായിരുന്നു, നമ്മുടെ എറണാകുളത്തെ. അയാളാണ് ഇത് ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഞങ്ങളുടെ പത്രസമ്മേളനത്തിലോ ഞങ്ങളുടെ റിപ്പോർട്ടിലോ എവിടെയും ഇങ്ങനൊരു വാചകം ഇല്ല. പക്ഷേ കോൺഗ്രസ് ചെയ്ത് എന്തായിരുന്നു അറിയങ്ങൾ? CPMൽ നിന്ന് പുറത്താക്കണം, MLA സ്ഥാനത്ത് നിന്ന് പുറത്താക്കണമെന്ന് പറഞ്ഞ് അവർ പിക്കറ്റിംഗ് നടത്തി. പോലീസ് സ്റ്റേഷൻ വളഞ്ഞു, പോലീസുകാരെ മർദ്ദിച്ചു. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അടക്കം കേസിൽ പെട്ടു. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വാറണ്ട് റീകോൾ ചെയ്തത്. തീവ്രത അളക്കുന്ന ആൾക്കാരാണ് ഞാനും ടീച്ചറും എന്ന് പറഞ്ഞു. ടീച്ചർ അതിന് മറുപടി പറഞ്ഞു. എന്നോട് പലരും ചോദിച്ചു നിങ്ങളെന്താ മറുപടി പറയാം. ഞാൻ പറഞ്ഞത് പ്രകൃതി തന്നെ കൊടുത്തോളൂ, അത് തന്നെ മായ്ക്കും ഈ പേര്. അതുപോലെ തന്നെ വന്നു, ഇപ്പോൾ അതേപോലെ തന്നെ വന്നു. ഒരു പ്രകൃതി നിയമമാണ്. ആ ഒരു പ്രകൃതി നിയമമാണ്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇവിടെ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ മത്സരിപ്പിക്കില്ല അല്ലേ? അവിടെ ശശിയെ മത്സരിപ്പിക്കുക. 90 ദിവസം ഒരു സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബലാത്സംഗം നടത്തിയതിൻ്റെ പേരിൽ 90 ദിവസം ജയിലിൽ കിടന്ന ഒരാളാണ് കോവളം MLA ഇല്ലേ? ഓർമ്മയുണ്ടെങ്കിൽ ഇല്ലേ? നിയമസഭയിലേക്ക് വരുന്ന സമയത്ത് ഡെസ്കിന് മുട്ടി സ്വീകരിച്ചു. ഏതാണ്ട് മഹാത്മാഗാന്ധി ക്വിറ്റ് ഇന്ത്യ സമരം നടത്തിയിട്ട് വരുമ്പോൾ സിന്ദാബാദ് വിളിച്ചതുപോലെയാണ് ഈ പ്രതിപക്ഷ നേതാവ് ഇവരെ കാണുമ്പോൾ ആവേശം കൊണ്ടത്. അയാളെ മത്സരിപ്പിക്കാൻ. അതല്ലേ ഇപ്പോൾ ചോദിക്കുന്നത്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തെ ഇതുമായിട്ട് എന്താ വ്യത്യാസമുള്ളത് എന്നുള്ളത് ഇപ്പം നിങ്ങൾ നോക്കൂ. അല്ല, അത് യഥാർത്ഥത്തിൽ PK ശശിയുടെ സ്ഥാനാർത്ഥിത്വം
പാലക്കാട്ട് ഇടതു മുന്നണിക്ക് ഗുണകരമായി മാറുമെന്നാണോ താങ്കൾ പറയുന്നത്? അതിൽ അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. കോൺഗ്രസ്സിന് അത് വലിയ അടിയായിരിക്കും. കോൺഗ്രസ്സിന് അത് താങ്ങാൻ പറ്റില്ല. കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നല്ല രൂപത്തിൽ ചിന്തിക്കുന്ന ആൾക്കാർ അതിലും ഇല്ലേ. ഈ താൽക്കാലിക രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഏത് വൃത്തികേടും സ്വീകരിക്കുന്നത് ശരിയല്ല എന്ന് ചിന്തിക്കുന്ന സംഘടനാ രംഗത്ത് റിഫൈൻഡ് ആയിട്ടുള്ള കുറേ നേതാക്കന്മാരില്ലേ, അവരിത് ഉൾക്കൊള്ളൂലല്ലോ. അവരിതിനെ ശക്തിയായി എതിർക്കൂലേ. അതിനിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ശക്തിപ്പെടും. ഇനിയിപ്പോൾ ഒറ്റപ്പാലത്ത് നിന്ന് പോകേണ്ടത് തളിപ്പറമ്പിലേക്കാണ്. ടി കെ ഗോവിന്ദനെ അങ്ങേക്ക് നന്നായി അറിയാവുന്നതാണ്. കാരണം പഴയ മുതിർന്ന സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. എത്രയോ കാലം ഏരിയ സെക്രട്ടറിയായി ഞാൻ SFIയുടെ പ്രവർത്തനം നടത്തുന്ന സമയത്ത് നല്ല പരിചയമുള്ള അവിടെയുള്ള ആളാണ്. ഈ ടി കെ ഗോവിന്ദനെ പോലുള്ള ഒരാൾ പാർട്ടി വിട്ടുപോകുന്ന സാഹചര്യം കണ്ണൂർ പാർട്ടിയിൽ ഉണ്ടാവാൻ പാടുണ്ടോ? കണ്ണൂരല്ല, ഒരു പാർട്ടിയിൽ ഉണ്ടാകാൻ പാടില്ല. അദ്ദേഹം 25 കൊല്ലം ഏരിയ സെക്രട്ടറിയാണ്, സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. അദ്ദേഹം പോയി എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യ മഹിളാ അസോസിയേഷൻ്റെ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറിയാണ്, സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ്. അവരും പോയി. പോകാൻ പാടില്ലാത്തതാണ്. പോകുന്നതിന് അദ്ദേഹം പറഞ്ഞ കാരണങ്ങൾ ഗോവിന്ദൻ മാഷെ ഭാര്യനെ നിർത്തിയെന്നാണല്ലോ. അതാണ് സത്യം എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് സംഭവിച്ചതെന്ന് വിചാരിക്കുക. എന്നാൽ അയാൾ ചെയ്യേണ്ടത് എന്താ? അയാൾ മത്സരിക്കരുത്. ആര് മത്സരിക്കാതെയാണ് ഇത് പറഞ്ഞെങ്കിൽ ഈ പറയുന്നതിന് അർത്ഥമുണ്ട്. മത്സരിച്ചതോടുകൂടി എനിക്ക് മത്സരിക്കാൻ അവസരം കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയാൻ നിർബന്ധിക്കപ്പെട്ടത് എന്ന സന്ദേശമല്ലേ അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. അപ്പം എന്താ പാർലമെൻ്ററി വ്യാമോഹമല്ലേ? അത് തലക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നിവൃത്തിയുമില്ല. KPR ആരായിരുന്നു? തൂക്കുമരത്തിൽ നിന്ന് ഇറങ്ങി വന്നയാളാണ്. പ്രശ്നം എന്തായിരുന്നു? അതും ഒരു പാർലമെൻ്ററി വ്യാമോഹമല്ലേ? മന്ത്രിയായില്ല എന്നുള്ളത് തന്നെയല്ലേ? അതും KPRനെ പോലുള്ള ഒരാളുടെ തലയിൽ ഈ സാധനം കുത്തിവെച്ച് നാളെ നമുക്കെന്താ വരാൻ പോകുന്നതെന്നുള്ള അറിയില്ല. അല്ല, വരില്ല, ജമ്മത്തിൽ വരില്ല. കാരണം ഞാൻ ഇവരെക്കാളൊക്കെ തന്നെ വർഗബോധവും കമ്മിറ്റ്മെൻറ്റും ഉള്ളതാണ് എന്ന് സ്വയം ധരിക്കുന്ന ആളാണ്. അതുകൊണ്ട് നിങ്ങൾ ആരെന്ത് ചെയ്ത് കഴിഞ്ഞാൽ എന്നേക്കില്ല. ഇവരെല്ലാം പോയി കഴിഞ്ഞാലും ഞാനിൻ്റെ അത് ഉണ്ടാവും എന്നുള്ള ധാരണയാണ് എൻ്റെ മനസ്സിലുള്ളത്. കാരണം വീട് പട്ടിണി കിടക്കുന്ന സമയത്ത് പ്രൊബേഷണറി ഓഫീസറായി അത് വേണ്ടാന്നും വെച്ചിട്ട് SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് വീട്ടിൽ തിരിച്ചു വരുന്ന സമയത്ത് കരയുന്ന അമ്മേനെയാണ് ഞാൻ കാണുന്നത്. അപ്പോഴും എൻ്റെ മുമ്പിൽ എന്താ, ഇന്നല്ലെങ്കിൽ നാളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ലോകം ഭരിക്കപ്പെടും, കേരളം ഭരിക്കപ്പെടും, ഇന്ത്യ രാജ്യം ഭരിക്കപ്പെടും. അപ്പം ഇപ്പോഴുള്ള ഒരു സങ്കടവും വിഷമതയും ദുഃഖവും ഒന്നും ഞങ്ങൾക്ക് ഇങ്ങനെ ഏൽക്കില്ല. ആ മനസ്സാണ്. കണ്ണൂരിലെ പാർട്ടി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പാർട്ടിക്ക് അടിത്തട്ടിൽ സംഘടനാശേഷിയുള്ള പാർട്ടിയാണ്. ഇങ്ങനെ ഒരു നീക്കം മനസ്സിലാക്കാൻ നേരത്തെ എന്തുകൊണ്ട് കണ്ണൂരിലെ അല്ല? അതാണല്ലോ CM പറഞ്ഞത്. അത് പരിശോധിക്കേണ്ട കുറേ വിഷയങ്ങളുണ്ട് എന്നുള്ളത്. അത് പരിശോധിക്കണം. കാരണം ഈ ട്രെൻഡ്, ഈ പ്രവണത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ഇല്ലാത്തതാണ്. വന്ന് വ്യാപിച്ചു കഴിഞ്ഞാൽ അടിവേരാണ് ഇല്ലാതാകാൻ പോകുന്നത്. അതുകൊണ്ട് ശക്തമായ പാർലമെൻ്ററി വ്യാമോഹത്തിനും അതുപോലെ തന്നെ സ്വജനപക്ഷപാതത്തിനും എതിരായ ശക്തമായിട്ടുള്ള നീക്കം ആശയ തലത്തിൽ അതിൻ്റെ ഒരു കുറവുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഈ പുതിയ തലമുറക്കൊന്നും പഴയത് ഒന്നും പലർക്കും അറിയില്ല. പഴയ തലമുറ ജി സുധാകരനും ടി കെ ഗോവിന്ദനും പഴയ തലമുറ. അതെ. അപ്പോൾ പുതിയ തലമുറ എന്താ ഇവരെടുക്കുന്നത് പഠിക്കേണ്ടത്? ഇവരെടുക്കുന്നാണല്ലോ എന്തെങ്കിലും പഠിക്കേണ്ടത്. അവർ കാണിച്ചു കൊടുക്കുന്ന സന്ദേശം എന്താ? താൽക്കാലികമായിട്ടുള്ള സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി വിശ്വസിച്ച ഒരു പാർട്ടിയെ ചതിക്കുക എന്നുള്ളതല്ലേ. അത് വരാതിരിക്കാനുള്ള പ്രിക്കോഷൻസ്, ശക്തമായ നിലപാട് സംഘടനാ രംഗത്ത് എടുത്തേ പറ്റൂ. അക്കാര്യത്തിലൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് കണ്ണൂർ പോലുള്ളൊരു സ്ഥലത്തൊക്കെ ഇത് വരുമെങ്കിൽ ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും ഇതിനേക്കാൾ അപ്പുറത്തേക്ക് വരും. കണ്ണൂര് ഒരു കാര്യം അങ്ങുമായി നേരിട്ട് ബന്ധപ്പെടുന്നതാണ്. PK ശ്യാമള, MV ഗോവിന്ദൻ മാഷയുടെ ഭാര്യ, ഇപ്പോൾ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയാണ്. മുൻപ് കോടിയേരി തന്നെ എന്നോട് പറഞ്ഞതുകൊണ്ട് അങ്ങയോട് ഞാൻ അന്ന് ഘട്ടത്തിൽ സംസാരിച്ചാണ്. ഡോക്ടർ ജമീല ബാലൻ പൊതു ആരോഗ്യ വകുപ്പിൻ്റെ മേധാവിയായി, പൊതുജനാരോഗ്യ ഡയറക്ടറായി റിട്ടയർ ചെയ്യുന്ന ഘട്ടത്തിൽ പാർട്ടി തീരുമാനിക്കുന്നു തരൂരിൽ മത്സരിപ്പിക്കാൻ. പക്ഷെ ആദ്യം അങ്ങ് എതിർക്കുന്നു, പിന്നീട് അങ്ങ് സമ്മതിക്കുന്നു. ഒടുവിൽ പാർട്ടിയിൽ നിന്നും പ്രതിഷേധം വന്ന ഉടനെ തന്നെ രണ്ടുപേരും വിഡ്രോൺ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങേക്ക് ഇപ്പം ഇത് കാണുമ്പോൾ എന്താ തോന്നുന്നത്? പാർട്ടിയിൽ നിന്നൊരു പ്രതിഷേധവും വന്നിട്ടില്ല. പാർട്ടിയിൽ നിന്ന്. കാരണം
ഞാനും കൂടിയും അല്ല പാർട്ടിയിൽ വെച്ചാൽ താഴെ തട്ടുന്ന ഞാൻ പറഞ്ഞു. അല്ല സ്റ്റേറ്റ് സെക്രട്ടറി എന്നല്ല. അല്ല നിങ്ങളെപ്പോലുള്ള കുറച്ച് ആൾക്കാർ വിവാദമാക്കി. ഇവിടെ ആ തീരുമാനം എടുത്തിട്ട് ഈ സ്റ്റേറ്റ് കമ്മിറ്റി എടുത്തൊരു തീരുമാനം എടുത്തിട്ട് ഞാനിവിടെ വന്ന ദിവസം പത്രക്കാർ ഇവിടെ വന്നു. അപ്പോൾ ഇത് ഒരു വലിയ അബദ്ധമാണ് നിങ്ങൾ ചെയ്തത് എന്നുള്ള രൂപത്തിലാണ് ഇവരുടെ ഈ അവതരണം. അപ്പം എനിക്ക് തോന്നി ഇത് വലിയൊരു ഗൂഢാലോചന എൻ്റെ ഭാഗമാണ്. ഞാൻ കോടിയേരി ബാലകൃഷ്ണനെ വിളിച്ചു പറഞ്ഞു, അവർക്കിതിൽ തീരെ താല്പര്യമില്ല, എനിക്കും താല്പര്യമില്ല. അതുകൊണ്ട് എടുത്ത തീരുമാനം പുനഃപരിശോധിക്കണം, മാറ്റണമെന്ന് പറഞ്ഞു. അതിൽ ഒരു തെറ്റും ഇല്ല. അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു വിഷമത ഞങ്ങൾക്ക് അല്ല, ശരിക്കും ജമീലയെ അന്ന് മാറ്റേണ്ടതുണ്ടായിരുന്നു. ഡോക്ടർ ജമീലയെ, കാരണം ഇന്നിപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും പി കെ ശ്യാമളയെ മാറ്റിയിട്ടില്ല. പാർട്ടി എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിന്നു. പക്ഷേ അന്ന് പാർട്ടി എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാമായിരുന്നു. അന്ന് കോടിയേരി പറഞ്ഞൊരു കാര്യം, ഇത്രയും നല്ലൊരു പ്രൊഫഷണലിനെ, പാർട്ടി പാരമ്പര്യമുള്ള കുഞ്ഞച്ചൻ സഖാവിൻ്റെ മകളെ ഒരു MLA ആക്കി ഒരു മന്ത്രിയാക്കാൻ പറ്റാനുള്ള ഒരു കാലിബറുള്ള ഒരാളെ എന്നുള്ളതായിരുന്നു. അത് ഇല്ലാതാക്കുകയല്ലേ ചെയ്ത യഥാർത്ഥത്തിൽ? അല്ല, അന്ന് മത്സരിപ്പിച്ചിരുന്നു എങ്കിൽ ഇപ്പം നിങ്ങൾ വീണ ജോർജിനെതിരായിട്ട് പറയുന്നതിൻ്റെ നേരെ ഇരട്ടി വരും. കാര്യം എൻ്റെ ഭാര്യയാണ്. അത് സംഭവിക്കാതിരുന്നത് ഏറ്റവും വലിയ ഭാഗ്യമായി എന്നാണ് ഞാനിപ്പോൾ വിശ്വസിക്കുന്നത്. വളരെ മനസ്സിന് നല്ല സമാധാനം, ഭയങ്കര സമാധാനമാണ്. പക്ഷെ അതിൻ്റെ അകത്തൊന്നും നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ? യാതൊരു പ്രശ്നവും ഇല്ല. എന്തെങ്കിലും പ്രതിഷേധമുണ്ടോ? ഒരു പ്രതിഷേധവും ഇല്ല. നിങ്ങളെപ്പോലുള്ള കുറേ ആൾക്കാർ ഉണ്ടാക്കുന്നതാണല്ലോ ഇപ്പോൾ ഗോവിന്ദൻ മാഷെ ഭാര്യക്ക് ഗോവിന്ദൻ മാഷ കല്യാണം കഴിച്ചില്ല എന്ന് വിചാരിക്കുക. അവരെ MLA ആകേണ്ട ആളാണ്. തീർച്ചയായും ഞാൻ ബ്രണ്ണൻ കോളേജ് ചെയർമാനാകുമ്പോൾ ഞാൻ ഇങ്ങോട്ട് ഒരു അനുഭവം പറയാം. എനിക്കൊരു സ്വീകരണം ഉണ്ടായിരുന്നു മട്ടന്നൂർ. ഇവരാണ് മുമ്പിലുള്ളത്. പിന്നെ മധുമതി എന്ന് പറയുന്ന നാദാപുരത്തുള്ള എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ഭൂപ്രമാണി, വലിയ ഒരു നായർ കുടുംബത്തിലെ ഒരു അഡ്വക്കേറ്റിൻ്റെ മകൾ മധുമതി, അവരിപ്പോൾ വടകരയുണ്ട്. ഇവരാണ് സ്വീകരിക്കാനുള്ളത്. മധുമതി എന്നെ സ്വീകരിക്കാൻ വന്നാൽ ഞാൻ ഞെട്ടിപ്പോയി. കാരണം എൻ്റെ നാട്ടിലെ വലിയ കോൺഗ്രസിൻ്റെ ഫാമിലിയിലുള്ളതാണ്. ജയിലിലിറങ്ങിയ കോടിയേരിയെ സ്വീകരിക്കുന്നതും ശ്യാമള ടീച്ചറാണ്. അവർ DYFIയിൽ കൂടി പാർട്ടിയിൽ കൂടി പടിപടിയായി ഈ പൊസിഷൻ്റെ അകത്ത് അവരെത്തി. കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു കേഡറായി. നിർഭാഗ്യത്തിന് ഗോവിന്ദൻ മാഷ കല്യാണം കഴിച്ചെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. അതിലൊക്കെ നേരത്തെ ആവുമായിരുന്നു, എല്ലാം നേരത്തെ ആവുമായിരുന്നു. ഇപ്പം വിജയരാഘവൻ്റെ ഭാര്യ അവർ കോർപ്പറേഷൻ മേയറായിരുന്നു. എവിടെ? തൃശ്ശൂർ. അപ്പം നേതാക്കന്മാരുടെ ഭാര്യമാർക്കൊന്നും ഇത് മത്സരിക്കാനേ പാടില്ല എന്നാണോ എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളോടുള്ള വിവേചനമാണത്. നിങ്ങൾക്ക് എത്ര കഴിവുണ്ടായാലും ശരി, നിങ്ങളൊരു നേതാവിൻ്റെ ഭാര്യയാണെങ്കിൽ ആ കഴിവെല്ലാം നഷ്ടപ്പെടും. എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയുള്ള കാലിബറുള്ള ഒരു കേഡറുടെ ഭാര്യയാകാൻ പോലും നിങ്ങൾ പറ്റില്ല. അതാണ് ആ സന്ദേശം. നിങ്ങൾ പറയുന്നത് പോലെയല്ല. ഒരു നേതാവിൻ്റെ ഭാര്യ പോലും ആകാൻ നിങ്ങൾ പാടില്ല എന്നുള്ളതാണ് ആ സന്ദേശം കൊടുക്കുന്നത്. ഭാര്യ ആയി കഴിഞ്ഞാൽ പിന്നെ ഡിസ്ക്വാളിഫിക്കേഷൻ, നേതാവിൻ്റെ ഭാര്യ ആയാൽ. ഈ റിയാസിനെതിരെയും ഈ ആരോപണം ഉണ്ടായിരുന്നു, മരുമകനായതുകൊണ്ട് മന്ത്രിയായി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ കുറെ കാലം ആരോപണം പോയി. ഇപ്പോൾ അൻവർ മാത്രമാണ് പറയുന്നത്. അതും ഇതിൻ്റെ ഒരു തുടർച്ചയാണോ? അത് ഈ വിവരക്കേട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം വിവരക്കേടാണല്ലോ. വീണേനെ കല്യാണം കഴിക്കുന്നതിനേക്കാളും മുമ്പേ അയാൾ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു യൂത്ത് നേതാവ്. എത്ര പ്രക്ഷോഭത്തിന് അദ്ദേഹം നേതൃത്വം കൊടുത്തിട്ടുണ്ട്. നല്ല മിടുക്കനായിട്ടുള്ളൊരു കേഡർ. റിയാസ് ബെസ്റ്റ് കേഡറില്ലേ? ക്വാളിഫിക്കേഷൻ എന്താ? ഭാര്യൻ്റെ അച്ഛൻ മുഖ്യമന്ത്രിയായി പോയി. എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ക്വാളിഫിക്കേഷൻ, നിങ്ങൾ അധ്വാനിച്ച് ആർജിച്ചെടുത്ത ഈ കഴിവ് നിങ്ങൾ വേറെ ഏതോ ഒരാളുടെ ബന്ധുവായി എന്നുള്ളത് കൊണ്ട് ഡിസ്ക്വാളിഫൈ ചെയ്യുന്നു. ഈ CPMൻ്റെ എക്കാലത്തെയും ഒരു ട്രബിൾ ഷൂട്ടറായിരുന്നു താങ്കൾ. ഏത് പ്രശ്നം വരുമ്പോഴും പാർട്ടിയെ പ്രതിരോധിക്കാൻ, സർക്കാരിനെ പ്രതിരോധിക്കാൻ AK ബാലൻ മുൻപിലുണ്ടാവും. AK സെൻറ്ററിൻ്റെ മുമ്പിൽ നിന്ന് AK ബാലൻ മാധ്യമങ്ങളെ കാണും, അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിൻ്റെ താഴെ നിന്ന് മാധ്യമങ്ങളെ കാണും. അതിലെല്ലാം ഉണ്ടാവും. അതുപോലെ പ്രതിരോധം തീർക്കൽ ഇപ്പോൾ അത്രമേൽ കാണുന്നില്ല. എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് തോന്നുന്നതാണ്. പ്രതിരോധം ശക്തത വായിച്ച് പാർട്ടിയുടെ ഭാഗത്തു നിന്നും മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. സത്യസന്ധമായി പറഞ്ഞാൽ അല്ല, സത്യസന്ധമായി ഞാൻ പറയുന്ന ശൈലിയിൽ വേറെ ആൾക്ക് പറഞ്ഞോളണമെന്നില്ല, വേറെ ആൾ പറഞ്ഞോളണമെന്നില്ല. ഇപ്പോൾ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ വിഷയത്തിൽ എക്സാലോജി ആ വിഷയം ഇത്രയും പഠിച്ച്
അതെ, മറ്റൊരാൾ പറഞ്ഞത് കണ്ടില്ല. അല്ല, പക്ഷേ അതാ ഞാൻ പറയുന്നത്, അത് ഓരോരുത്തർക്ക് ഓരോരോ പിന്നെ ധാരണ ഉണ്ടാവും വിഷയമായിട്ട് ബന്ധപ്പെട്ട്. അതിപ്പോൾ പിന്നെ അഴിമതിയുടെ പ്രശ്നമായാലും ഭരണത്തിൻ്റെ നേട്ടമായാലും അല്ലെങ്കിൽ പാർട്ടിയുടെ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളിലായാലും ഓരോരുത്തർക്കും ഓരോരോ വ്യൂ ആയിരിക്കും. ഇപ്പോൾ നമ്മളെക്കാളൊക്കെ എത്രയോ മനോഹരമായി സീക്വൻസിലും ലോജിക്കലുമായിട്ട് പറയുന്ന ആൾക്കാർ പാർട്ടിയുടെ ശക്തന്മാരായിട്ടുള്ള നേതാക്കന്മാർ ഇപ്പോഴും ഉണ്ട്. ഓരോരുത്തർക്കും ഓരോരോ വ്യത്യസ്തത ഉണ്ടാവും. ശക്തമായ പ്രതികരണം ഇപ്പോഴും ഉണ്ടില്ല എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. കുറച്ചുകൂടി പ്രതിരോധം പാർട്ടിക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയമായ ഇത് വരേണ്ടതല്ലേ? അങ്ങനെ മന്ത്രിമാർ രാഷ്ട്രീയം പറയുന്നില്ല. അങ്ങനെയൊന്നും പറയാൻ എ പറ്റില്ല. കെ ബാലേട്ടനുള്ള മന്ത്രിസഭയിൽ അന്ന് ഇ പി ജയരാജനും താങ്കളൊക്കെ നല്ലപോലെ രാഷ്ട്രീയം പറയായിരുന്നു. ഇപ്പോഴപൂർവം റിയാസിനെ പോലുള്ള ചിലരെ പറയുന്നുള്ളൂ. അതല്ലല്ലേ, ശിവൻകുട്ടീൻ്റെ പറയുന്നുണ്ട്, രാജീവൻ പറയുന്നുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട MP ഇവിടെ രാജേഷ്, അവരൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്നത് അവർ പറയുന്നതല്ലല്ലോ പത്രദൃശ്യ മാധ്യമങ്ങളിൽ വരിക, അതിനല്ലല്ലോ പ്രാധാന്യം കൊടുക്കുക. അപ്പുറത്തുനിന്ന് വരുന്ന ആക്രമണമല്ലേ. ഇപ്പോൾ ഇനി ഒരു രാഷ്ട്രീയത്തിലേക്ക് തന്നെ വരുന്നത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമായി ജമാഅത്ത് ഇസ്ലാമിയെ കൃത്യമായി പഠിച്ച് എതിർത്തു പറഞ്ഞൊരാൾ എ കെ ബാലനാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞിട്ടുണ്ട്, അങ്ങയ്ക്കെതിരെ വക്കീൽ നോട്ടീസ് അയക്കുമെന്ന് പറഞ്ഞു. ഞാൻ അറിഞ്ഞത് ഇതുവരെയും അങ്ങയ്ക്കെതിരെ അങ്ങനെ ഒരു നടപടിയിലേക്ക്, കേസിലേക്ക് അവർ പോയിട്ടില്ല എന്നാണ്. എന്താ വസ്തുത? അതെ, എന്താ വസ്തുത എന്നുള്ളത് എനിക്കറിയില്ല. കാരണം എനിക്ക് നോട്ടീസ് തന്നയാളും അയാളുടെ സംഘടനയെ പറ്റിയിട്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അതോടുകൂടി തീർന്നു. ഞാൻ RSS ജമാഅത്തെ എന്നാണ് പറഞ്ഞത്. എനിക്ക് നോട്ടീസ് തന്നയാളാരാന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേരള, അവർക്കെതിരായിട്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം നിയമപരമായി അല്ല, അത് എല്ലാം എ കെ ബാലൻ്റെ ബുദ്ധിയാണ്. അപ്പം നിയമപരമായി എ കെ ബാലൻ പറയും, നിയമപരമായി സാങ്കേതികമായി അത് നിൽക്കുന്നതേ അല്ല, നിൽക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് അവർ കേസ് പ്രൊസീഡ് ചെയ്യാത്തത്. അല്ല, അറിയില്ല, ഇതുവരെ വന്നിട്ടില്ല. വന്നു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് അവർക്കുണ്ടാവും. പക്ഷേ എനിക്കതിനോടൊരു താല്പര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കേസ് കൊടുക്കുന്നത് എൻ്റെ പിന്നിൽ, അല്ല അവരെ പ്രേരിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ ഞങ്ങളൊക്കെ ഒരു സംഘികളാണ്, പിണറായിയുടെ ആൾക്കാരാണ്, പിണറായി ഓതിത്തരുന്നതാണിത്, RSSൻ്റെ സംഘികളുടെ അതേ നാവ് തന്നെയാണ് ഞങ്ങൾക്കുള്ളത് എന്ന് വരുത്താനുള്ളൊരു ഗൂഢാലോചന അതിൻ്റെ പിന്നിലുണ്ട്. അത് ഇപ്പോഴുണ്ടായതല്ലത്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ഈ ആക്രമണം എന്ന് പറയുന്നത് 2 തലത്തിലായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആദ്യം പിണറായി വിജയൻ ഈ മുഖ്യമന്ത്രിയായി ഫസ്റ്റ് അടിയന്തര പ്രമേയം ഈ തലശ്ശേരിയിലുള്ള ഈ പട്ടികജാതി വിഭാഗത്തോട് പോലീസ് അതിക്രമം കാട്ടിയെന്ന് പറഞ്ഞ് KC ജോസഫ് കൊണ്ടുവന്ന ഒരു അടിയന്തര പ്രമേയം ഫസ്റ്റ്. അതിന് നല്ല മണിമുടക്കം പോലുള്ള ശബ്ദത്തിൽ പിണറായി മറുപടി പറഞ്ഞു. ഇയാൾ KC ജോസഫ് നനഞ്ഞ പടക്കം പൂരിയായിപ്പോയി. അന്ന് ഒരാൾ വിളിച്ചിട്ട് അയാളോട് പറഞ്ഞു, ഇതുപോലെയാണ് നിങ്ങൾ പിണറായിയെ സമീപിക്കുന്നതെങ്കിൽ 5 കൊല്ലമല്ല ഭരിക്കുക, 10 കൊല്ലമല്ല, തുടർച്ചയായിട്ട് ഉണ്ടാവും. അന്ന് ചേർന്ന KPCCയുടെ എക്സിക്യൂട്ടീവ് തീരുമാനിച്ചു പിണറായിയെ വളഞ്ഞിട്ട് ആക്രമിക്കണം. അതിന് 2 അജണ്ട അവരെടുത്തു. ഒന്ന്, പിണറായിക്കുള്ളൊരു പരിവേഷം, മതന്യൂനപക്ഷത്തിൻ്റെ സംരക്ഷകന. ചില ആൾക്കാർ ഞങ്ങൾ കാണുന്ന ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ വാഫയ്ക്ക് തങ്ങളെ പിണറായി എന്ന് വേറെ പറഞ്ഞ മുതലിയാമാറുണ്ട്, വലിയ മതപണ്ഡിതന്മാരുണ്ട്. ആളുടെ പേരെ അടക്കാൻ എനിക്കറിയാം. സക്കാഫി, തൃശ്ശൂരിലെ വലിയ മതപണ്ഡിതനും ഭയതൊക്കെ പറയുന്ന ആളാണ്. അയാൾ പറഞ്ഞു എൻ്റെ ജീവിച്ചിരിക്കുന്ന ബാപ്പയ്ക്ക് തങ്ങൾ പിണറായിയാണ്. അപ്പോൾ ഒരു ഇമേജ് മതന്യൂനപക്ഷത്തിൻ്റെ സംരക്ഷകൻ, മതന്യൂനപക്ഷത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത കമ്മിറ്റ്മെൻ്റുള്ള, RSSനോടും സംഘപരിവാറിനോടും അതിശക്തമായി പോരാടുന്നുള്ള ഇങ്ങനെയുള്ള ഇമേജ് ഉണ്ട്. അത് തകർക്കുക. 2 സീറോ ടോളറൻസ് ആണ് അദ്ദേഹത്തിന് കറപ്ഷൻ്റെ കാര്യത്തിൽ. ഈ 2 മുഖവും ഇല്ലാതാക്കുന്നതിന് അവർ നടത്തിയ നിരന്തര പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളെപ്പോലുള്ളവർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമായിട്ട് അങ്ങ് കൂട്ടി യോജിപ്പിച്ച് സംഘപരിവാറാണ്, സംഘികളാണ് എന്ന് പറയുന്നതിലേക്ക് എത്തുന്നത്. യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ അജണ്ടകൾ UDFൽ നടപ്പിലാവുന്നുണ്ടോ? ഈ ജമാഅത്ത് എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു ചെറിയ 1% പോലുമില്ല, 1 ലക്ഷം വോട്ടർമാർ പോലുമില്ല. പക്ഷെ അവർ രൂപപ്പെടുത്തുന്നൊരാശയമുണ്ട്, അതങ്ങ് തലക്ക് കയറിയാലുണ്ടല്ലോ. സുന്നി മതപണ്ഡിതന്മാർ പറഞ്ഞത് ചെതള് പോലെ എന്നാണ്.
രണ്ട് സുന്നികളും ഇവർക്കെതിരായി പ്രമേയം പാസ്സാക്കിയില്ലേ? അതെ അതെ, കാന്തപുരം ഉസ്താദും അതുപോലെ ജഫ്രി മുസ്ലിം തങ്ങളും ലീഗ് ശക്തമായിട്ടുള്ള നിലപാടായിരുന്നില്ലേ? ആയിരുന്നു. ആയിരുന്നല്ലോ. ഇപ്പൊ എനിക്കെതിരായിട്ട് വല്ലാതെ ഈ ആക്രോശിക്കുന്ന ഒരാളാണല്ലോ നമ്മളെ ലീഗിന്റെ KM ഷാജി. അയ്യാ പിന്നീട് പറയുക, KM ഷാജി ശക്തമായി പ്രതികരിച്ചിരുന്നില്ല ഒരു കാലഘട്ടത്തിൽ യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആകുമ്പോൾ. CH മുഹമ്മദ് കോയ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഇവർ അടുപ്പിച്ചിട്ടില്ല. മുസ്ലിങ്ങളിൽ അതിന് വലിയ സ്വാധീനം ഉണ്ടായിട്ടില്ല. പക്ഷെ ആ ആശയം നമ്മുടെ മതനിരപേക്ഷതക്കും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും നമ്മുടെ ജനാധിപത്യത്തിനും, എന്തിനേറെ പറയുന്നു, ഖുറാനിന് പോലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അല്ല, ഈ തെരഞ്ഞെടുപ്പിൽ UDF ഞാൻ പറയുന്നത്, അപ്പം ഇവരുടെ സ്വാധീനം ലീഗിലുണ്ടായി എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവ് ലീഗ് സ്ഥാനാർത്ഥികളെ നിർത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ കൂട്ടി വായിക്കുകയാണ്. ശരിയാണോ തെറ്റാണോ എന്ന് അവർ പറയട്ടെ. രണ്ടത്താണി ശക്തമായി പ്രതികരിക്കാൻ നിർബന്ധിക്കപ്പെട്ടു. പിന്നീട് അദ്ദേഹം ലീഗ് പറയുന്നതിന് നിന്നു. പക്ഷേ ശബ്ദം പുറത്തു വന്നോ? സാധാരണ നിലയിൽ രണ്ടത്താണിയെ പോലുള്ള, എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ആത്യന്തികമായിട്ട് നല്ല യോജിപ്പുള്ള ഒരാളാണ്. ചൈനയിൽ പോയ സമയത്ത് എന്നോട് പറഞ്ഞ് എൻ്റെ കണ്ണുകൾക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നാണ് രണ്ടത്താണി. ഡോക്ടർ മുനീർ ആദ്യം പത്രക്കാർ ചോദിച്ച സമയത്ത് പറഞ്ഞില്ലേ, എനിക്ക് ആരോഗ്യ പ്രശ്നമൊന്നുമില്ല, മത്സരിക്കുന്നില്ല പറഞ്ഞില്ലേ, മാറ്റിയില്ലേ. കൊടുവള്ളിയിൽ നിന്ന് ഞാൻ കോഴിക്കോടേക്ക് മാറുന്നു MK മുനീർ എന്നോട് പറഞ്ഞു. കഴിഞ്ഞ 45 വർഷം മുസ്ലിം വനിതകളെ യോജിപ്പിച്ചുകൊണ്ട് ശക്തമായൊരു സംഘടന ഉണ്ടാക്കിയ, വനിതാ ലീഗ് ഉണ്ടാക്കിയ ആളാണ് അഡ്വക്കേറ്റ് നൂർ ബിനാർ റഷീദ്. അവരായിരുന്നില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അവർക്കിപ്പോൾ സ്ഥാനം കൊടുത്തില്ല. തങ്ങളെ പരസ്യമായി വിമർശിച്ച ആളാണല്ലോ പേരാമ്പ്രയിൽ ഇപ്പം മത്സരിക്കുന്ന ഫാത്തിമ തഹലിയ ഇല്ലേ. സാധാരണ നിലയിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, സാധാരണ നിലയിൽ ഈ രൂപത്തിലുള്ള പ്രതിഷേധം ലീഗിൽ ഉണ്ടാകാറുണ്ടോ? ഇല്ല, ഇതാദ്യമാണ്. ആദ്യമല്ലേ. ഇദ്ദേഹത്തിന് അതാണ് അയാൾ പറഞ്ഞത്. ഇത് മതപരമായിട്ടൊന്നുമല്ലല്ലോ ഞങ്ങൾ പറയുന്നത്. കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ നല്ല മണ്ഡലത്തിൽ ആരെയാണ് നിർത്തുന്നത്? KM ഷാജി മതത്തെ ഉപയോഗപ്പെടുത്തി തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിച്ചു എന്നും പറഞ്ഞിട്ട് ഹൈക്കോടതി ഡിസ്ക്വാളിഫൈ ചെയ്തല്ലോ. പിന്നീട് അത് സ്റ്റേ ചെയ്യിപ്പിച്ചു. അത് വേറെ പ്രശ്നം. പക്ഷെ ഹൈക്കോടതി ശിക്ഷിച്ചിരുന്നോ? ഓർമ്മയുണ്ടല്ലോ. ഇത് ആളെ കാണുമ്പം വികാരം മൂത്ത് മതമാണ് പ്രശ്നം. കഴിഞ്ഞ 10 വർഷം പിണറായി മുസ്ലിങ്ങൾക്കൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എൻ്റെ സമുദായത്തിന് കിട്ടേണ്ടതെല്ലാം ഞാൻ തിരിച്ചു പിടിക്കും, അവർക്ക് കൊടുക്കും. സാധാരണ നിലയിൽ ഒരു മതനിരപേക്ഷതയുള്ള ഒരു മുസ്ലിം നേതാവിൻ്റെ ഭാഗത്തു നിന്ന് വരേണ്ടതാണോ ഇത്? സാധാരണ ലീഗുകാർ പറയാറില്ല. സാധാരണ ഒരു ലീഗുകാരനും പറയാറില്ലല്ലോ എന്ന്. RSS പറയുന്നു, ഇത് പറയുന്നു, തമ്മിൽ എന്താ വ്യത്യാസം? ഇത് ഞങ്ങൾ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതെന്തോ സംഘീൻ്റെ ആളെ സംഘീനെ ഉണ്ടാക്കിയല്ലേ ഇവർ ചെയ്യുന്നത്. സംഘിയുടെ വായിൽ തേനൊഴിച്ചു കൊടുക്കുകയല്ലേ ഇവർ ചെയ്യുന്നത്. അവർക്ക് കണ്ടന്റ് ഉൽപ്പാദിപ്പിക്കണം. ഈ മതന്യൂനപക്ഷത്തെ ഇവിടെ നിന്ന് ഏറ്റവും ക്രൂരമായ രൂപത്തിൽ മർദ്ദിച്ച ഘട്ടത്തിൽ, അവരുടെ സ്വത്തുക്കൾ കത്തിച്ച സമയത്ത്, അവരെ നേരെ ആക്രമണം വന്ന സമയത്ത് കൈമൈ മറന്നുകൊണ്ട് പ്രവർത്തിച്ചൊരു പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ് സഖാവ് പിണറായി വിജയൻ. ആ പിണറായിയെ മുഖത്ത് നോക്കിയിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ RSSും പിണറായിയും യോജിപ്പാണെന്ന് കുഞ്ഞാലിക്കുട്ടി വരെ പറയുന്ന സ്ഥിതിയിലേക്ക് എത്തിയില്ലേ? അല്ല, ഞാൻ അതിലേക്ക് വരാം. അതായത് ഇപ്പോഴത്തെ UDFന്റെ പ്രധാന ആരോപണം CPMഉം BJPയും തമ്മിൽ കേരളത്തിൽ ഡീൽ ഉണ്ടെന്നാണ്. ഇത് ഒരാൾ മാത്രമല്ല പറയുന്നത്, ഗാർഗെ വരെ പറഞ്ഞു. ACC പ്രസിഡന്റ് ഗാർഗെ കേരളത്തിൽ വന്ന് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയാണ് കേരളത്തിലുള്ളത്, അതായത് CPMഉം BJPയും ഒറ്റക്കെട്ടാണ് എന്ന്. VD സതീശൻ ഇന്നും പറയുന്നു ഡീലുണ്ടാക്കി എന്നുള്ളത്. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഒന്നാമത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കളവ് പറയലങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഉളുപ്പുമില്ലാതെ പറയും. ഈ നിയമത്ത് നമ്മൾ എപ്പോഴും പറയുന്നതല്ലേ, 33,000 വോട്ടായിരുന്നില്ലേ അവിടെ കോൺഗ്രസ്സിന്? രാജഗോപാൽ ജയിച്ചത് 20,000 വോട്ടല്ലേ കോൺഗ്രസിൻ്റെ പോയ 13,000-ലേക്ക് താണില്ലേന്ന് കുറുക്കട്ടായം വെച്ചതുപോലെ. 2016 രാജഗോപാൽ നിയമസഭയുടെ കവാടം തുറന്നു കൊടുത്താരായിരുന്നു? പിന്നീട് ആ വരവില്ലാതാക്കിയത് ശിവൻകുട്ടിയല്ലേ? അല്ലേ? പിണറായി പ്രഖ്യാപിച്ചിരുന്നു അക്കൗണ്ട് പൂട്ടിക്കുന്നു. അതെ, അക്കൗണ്ട് പൂട്ടിക്കുന്നു.
തൃശ്ശൂരിൽ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് ജമ്മത്തിൽ സുരേഷ് ഗോപി ലോകസഭയിലെത്തും എന്ന് നമ്മളാരും വിചാരിച്ചാണോ? ഞാൻ വിചാരിച്ചിട്ടില്ല. 84,000 വോട്ടാണ് തിരിച്ചു കൊടുത്തത്. 84,000 വോട്ട് കോൺഗ്രസിൻ്റെ വോട്ട്. ആരായിരുന്നു അവിടെ മത്സരിച്ച്? കോൺഗ്രസ്സുകാർ മുരളിയെ പറ്റിച്ച് BJP സഹായിച്ചു ഇല്ലേ? അല്ലെങ്കിൽ അയാൾ പോവോ? പഴയ ചരിത്രത്തിലൊന്നും നമ്മൾ അന്വേഷണ കമ്മീഷൻ നടക്കുകയും അതെ അതെ മാധവൻകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുട്ടിയാണെന്നും പറഞ്ഞ് പ്രസംഗിച്ച് കാണുന്നതാണ് ഈ PK കുഞ്ഞാലിക്കുട്ടി. ഏത് മാധവൻകുട്ടി? മെഡിക്കൽ കോളേജിലെ കോമൺ സ്ഥാനാർത്ഥി ആയിരുന്നില്ലേ? രക്തൻ സിംഗ് കോമൺ സ്ഥാനാർത്ഥി ആയിരുന്നില്ലേ? AKജിക്കെതിരായി RSSകാരനായിരുന്നില്ലേ മത്സരിച്ച് അല്ലേ? EMSനെതിരായിട്ട് കോൺഗ്രസ് RSSകാരനായിരുന്നില്ലേ മത്സരിച്ച്? പിന്നെ എങ്ങനെയാണ് ഈ ഡീൽ ആരോപണം വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കിനി അതല്ലാതെ വേറെ വഴിയില്ല. RSSും CPM യോജിപ്പാണെന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന മുസ്ലിംസിൻ്റെ വോട്ട് പിടിക്കുക എന്നുള്ളതാണ്. അത് പ്രകടമായി വന്നു കഴിഞ്ഞു. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞില്ലേ, ഈ പാലക്കാട് ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ CPIM നിർത്തിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞങ്ങളുടെ വോട്ടിൻ്റെ ഷിഫ്റ്റാണ്. ഷിഫ്റ്റ് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. SHIFT ഷിഫ്റ്റ് ഓർമ്മയുണ്ടോ? മാറ്റമാണ് എന്ന് പറഞ്ഞാൽ അവരുടെ ഇടയിലുള്ള മുസ്ലിം വോട്ട് ഞങ്ങൾക്ക് വരാൻ പോകുന്നു, അതുവഴി ഇവിടെ BJPയെ ജയിപ്പിക്കാൻ പോകുന്നു എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ എല്ലാ മുസ്ലിമും ഞങ്ങളുടെ കൂടെ വന്നു പോകും എന്ന് ആരാ കുഞ്ഞാലിക്കുട്ടിയെ ബോധ്യപ്പെടുത്തിയത്? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് തിരിച്ചു ചോദിച്ചൂടെ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2016 ഇവിടെ ഷാഫിയല്ലേ ജയിച്ച്? ഞങ്ങളുടെ കൂടെയുള്ള മുസ്ലിംസിൻ്റെ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഷാഫി എന്ന് പറയുന്ന മുസ്ലിമിനെ UDF നിർത്തിയെന്ന് പറയാൻ പറ്റുമോ? സുന്ദരസ്വാമിക്കെതിരായി 1991 അഡ്വക്കേറ്റ് നൗഷാദല്ലേ ഇവിടുന്ന് ജയിച്ചത്? മുസ്ലിമല്ലേ? മുസ്ലിം ആദ്യമായിട്ടാണ് നിർത്തുന്നത്. പ്രശ്നം എന്താ? പ്രശ്നം ഞാൻ നിങ്ങളോട് പറയാം. ഈ വാർഡ്, നിങ്ങളിപ്പോൾ ഇവിടെ ഇരുന്ന ഈ വാർഡ് 86% മുസ്ലിമാണ്. SDP ഉണ്ട്, ജമാഅത്ത് ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാ സകല കുലാദികളും ഉണ്ട്. 310 വോട്ടിനാണ് ഇവിടെ ഒരു മുസ്ലിം വനിത റിബൺ തലക്ക് കെട്ടി അരുവാൾ ചുറ്റിക നക്ഷത്രത്തിൽ റിബൺ കെട്ടിയിട്ട് ഇവിടെ വീട്ടിൽ കയറി 310 വോട്ടിനാണ് ഇവിടെ ജയിച്ചത്. അപ്പുറത്ത് ഞങ്ങളുടെ ഏറ്റവും നല്ലൊരു കേഡർ ജയിച്ചിട്ടുള്ളത് 600 വോട്ടിനാണ്. അങ്ങനെയെങ്കിൽ ഇപ്പം NMRനെ നിർത്തി എന്തായിരിക്കും പാലക്കാട് മണ്ഡലത്തിൻ്റെ? അങ്ങേക്ക് എല്ലാ അർത്ഥത്തിലും പൾസർ ചെയ്യുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട്, അങ്ങേക്കാണ് ചുമതലയും. എന്തായിരിക്കും ജനവിധി? ഞങ്ങൾ ജയിക്കുമെന്ന്. ഞങ്ങളിപ്പം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്തായല്ലോ. ഇപ്പം VD സതീശ ഇത് വോട്ട് പഠിക്കാതെയാണ് പറയുന്നത്. 3ാം സ്ഥാനം. എന്ത് 3ാം സ്ഥാനം? ഞങ്ങൾ UDFും തമ്മിൽ 6000 വോട്ടിൻ്റെ വ്യത്യാസം, 6500 വോട്ടിൻ്റെ വ്യത്യാസമേ ഇവിടെ ഉള്ളൂ. ഞങ്ങൾ BJPയും തമ്മിൽ 6000 വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഞങ്ങൾ 2ാം സ്ഥാനത്തായി ഇവിടുത്തെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ. കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പോകുന്നില്ല. കാരണം കോൺഗ്രസിൻ്റെ ഘടയിൽ തന്നെയുള്ള അതിശക്തമായ വിയോജിപ്പ്. രാഹുൽ വിഷയം ഇപ്പം വേറെ വിഷയം വന്നു. രാഹുൽ മത്സരിച്ചു, കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തല്ലോ. അതിൻ്റെ നേട്ടം പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കാൻ പറ്റുമോ? സിനിമാ നടൻ, അയാൾ നല്ലൊരു മനുഷ്യൻ, ആര്? രമേശ് പിഷാരടി 2 സ്ഥലത്ത് അയാൾ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. ഞാൻ ഒരു കോൺഗ്രസ്സുകാരനോട് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഇനി പ്രസംഗിക്കരുത്. എന്താ പ്രസംഗിച്ചതെന്നറിയോ? എൻ്റെ മുൻഗാമിയുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ, അദ്ദേഹം തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ സധൈര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് വോട്ട് തരണം. 3 ബലാത്സംഗ, 1 ഭ്രൂണഹത്യ, 1 വധോദ്യമ, അതിൻ്റെ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് വോട്ടിന് ചോദിക്കുന്നത്. ഇപ്പം എൻ്റെ മണ്ഡലത്തിൽ സുമോദ് AK ബാലൻ തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾക്ക് നിങ്ങളെനിക്ക് മുന്നോട്ട് പോകാൻ അതിൻ്റെ തുടർച്ചയ്ക്ക് വോട്ട് തരണമെന്ന് പറഞ്ഞാൽ വോട്ട് കൊടുക്കും. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ പറയുന്നുണ്ടല്ലോ, സുമോദ് ബാലേട്ടൻ തുടങ്ങി വെച്ച പ്രവർത്തനത്തിന് നിങ്ങൾ എനിക്ക് വോട്ട് തരണം, അത് പൂർത്തീകരിക്കാൻ. ഇവിടെ എന്ത് പൂർത്തീകരിക്കാനാണ് ചോദിക്കുന്നത്? ഏതാ പൂർത്തീകരിക്കാമോ? ബലാത്സംഗം പൂർത്തീകരിക്കാനോ? ഈ പ്രസംഗം കൊണ്ട് 10 വോട്ട് കിട്ടുമോ? പിന്നീട് ഇപ്പോൾ അവർ നിർത്തി. പഴയ പാരമ്പര്യം പറയുന്നില്ല. ഇവിടെ ഒരു പ്രശ്നമുള്ളത് BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളിലൊന്നാണ് പാലക്കാട്. BJP ഇപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്ന കുറച്ച് മണ്ഡലങ്ങളുണ്ട്. അതിൽ പാലക്കാടുണ്ട്, മഞ്ചേശ്വരമുണ്ട്. BJP ഈ പ്രാവശ്യം അക്കൗണ്ട് തുറക്കുമോ? പ്രത്യേകിച്ചും സുരേഷ് ഗോപി കഴിഞ്ഞ പ്രാവശ്യം പാർലമെൻറ്റിൽ എത്തി തൃശ്ശൂരിൽ നിന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ. അത്തരം അപ്രതീക്ഷിതമായ വിജയം BJPക്ക് ഉണ്ടാവും. അത് BJPക്ക് ഒരു പ്രതീക്ഷ കൊടുത്തോ കോൺഗ്രസ്സാണ്. അതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ്
മലമ്പുഴയിലെ അവരുടെ സ്ഥാനാർത്ഥി സുരേഷിനെ അവർ നിർത്തിയത്, സുരേഷിന് കോൺഗ്രസ്സുകാർ വോട്ട് കൊടുക്കൂല. കഴിഞ്ഞ പ്രാവശ്യം അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന അറിയപ്പെടുന്ന ഒരു കോൺഗ്രസ്സുകാരൻ കൈയടയാളത്തിൽ മത്സരിച്ചിട്ട് BJPൻ്റെ വോട്ട് 16% നിന്ന് 29 എത്തി. എത്ര? 29. ഇപ്പോൾ BJP കാണുന്നത് 16 29 എത്തിയല്ലോ, ഞങ്ങളാണ് ജയിക്കാൻ പോകുന്നത് എന്ന പ്രതീതിയാണ് ഇപ്പോൾ അവരുണ്ടാക്കി. മലമ്പുഴയിൽ ജമ്മത്തിന് ഞങ്ങൾ എടുക്കത്തൂല്ല, കാരണം ഞങ്ങൾക്ക് അവിടെ 47% വോട്ടുണ്ട്, എത്താൻ പോകുന്നില്ല. പക്ഷേ ആ പ്രതീക്ഷ ഉണ്ടാക്കി കൊടുത്താരാ? അല്ല, മലമ്പുഴയ്ക്ക് എന്താ പ്രത്യേകിച്ച് ഡീലുണ്ടോ? മലമ്പുഴയും ഡീലുണ്ട്, കോങ്ങാടും ഡീലുണ്ട്. അതെങ്ങനെയാ ആ ഡീൽ? എങ്ങനെയാ ആ ഡീൽ എന്താ വെച്ചാൽ കോങ്ങാട് കോൺഗ്രസിനെ സഹായിക്കുക, ഇവിടെ BJPയെ സഹായിക്കുക, അതാണ് ഡീല്. അതുകൊണ്ട് അവിടെയുള്ള കോങ്ങാടുള്ള അപ്പോൾ സുരേഷിനെ നിർത്തി തോപ്പിക്കാനാണ് സുരേഷിനെ നിർത്തി തോപ്പിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷിന് കോൺഗ്രസിൻ്റെ പകുതി വോട്ട് കിട്ടൂല, എന്നാലും ഞങ്ങൾ എടുക്കത്തൂല. കാരണം ഇത് രണ്ടും കൂടി ചോദിച്ചു കഴിഞ്ഞാലും അവരെ നേരിടാൻ പറ്റുന്ന ജനങ്ങൾ ഞങ്ങൾക്ക് അവിടെ ഉണ്ട്. കോങ്ങാട് തുളച്ച് വെറുതെ വന്നതാ, ഉറപ്പ് കൊടുത്തു ജയിക്കുമെന്ന്. BJP അവിടെ, കോൺഗ്രസ് ഇവിടെ. ഇതാണ് അഡ്ജസ്റ്റ്മെൻറ്റ്. ഡീൽ അതാണ്. ഇത് ശരിക്കും അങ്ങ് ഉള്ളിലെ വിവരങ്ങൾ പ്രകാരം? അതെ അതെ, എനിക്ക് ആധികാരികമായിട്ടുള്ള റിപ്പോർട്ടാണ്, അതും വളരെ വളരെ ആധികാരികമായിട്ടുള്ള റിപ്പോർട്ട്, അല്ലാണ്ട് ഞാൻ പറയില്ലത്. ഈ ഡീൽ കേരളത്തിൽ ഇപ്രാവശ്യം BJPക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിക്കും? ഒറ്റ സീറ്റ് കിട്ടില്ല, ഒരു സീറ്റ് കിട്ടില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു തന്നെയാണ് ആവർത്തിക്കുന്നത്. അതെ അതെ, അതിൽ കാര്യം സംശയം വേണ്ടെങ്കിൽ കോൺഗ്രസ് സഹായിച്ചാലും എത്തൂല, കിട്ടില്ല. മഞ്ചേശ്വരത്ത് ഉണ്ടാവും? ഏയ്, മഞ്ചേശ്വരവും BJP ജയിക്കില്ല. അത്തരം ഒരു ഉറപ്പെന്തുകൊണ്ടാണ്? ഉറപ്പെന്ന് വെച്ചാൽ സെക്യുലർ കേരളം, മതനിരപേക്ഷ കേരളം. അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരിക്കൽ ദേഹത്തങ്ങ് ജയിപ്പിച്ചു പോയല്ലോ. അതൊരു ചരിത്രത്തിൽ ഏറ്റവും വലിയ അപകടമായി സംഭവം എന്നവർക്ക് തോന്നി, തിരിച്ചറിഞ്ഞു. അതിൽ ഒ രാജഗോപാലിൻ്റെ ഒരു മതേതര മുഖം. അതെ, അവർ 10-14 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ലേ, ഒരു അയ്യപ്പാവത്തിൻ്റെ വോട്ടും കിട്ടിയിട്ടുണ്ട്, കോൺഗ്രസ്സുകാർ നല്ലോണം കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഇനിയിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ഒരു ചരിത്ര വിജയമായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഇവിടെ അങ്ങേക്ക് വളരെ അടുപ്പമുള്ള ആളാണ് KK ശൈലജ ടീച്ചർ. ടീച്ചറെ നിങ്ങൾ തോൽപ്പിക്കാൻ വേണ്ടിയാണ് പേരാവൂരിൽ നിർത്തിയത് എന്ന് പറഞ്ഞിട്ടൊരു പ്രചരണം നടക്കുന്നുണ്ട്. കാരണം അങ്ങ് ഉള്ള കാര്യം സത്യസന്ധമായി പറയുന്ന ഒരാളാണ്. മട്ടന്നൂരിൽ സുരക്ഷിതമായൊരു സീറ്റിലുള്ള KK ശൈലജയെ എന്തിനാണ് പേരാവൂരേക്ക് മാറ്റുന്നത്? പേരാവൂർ ജയിക്കും, സണ്ണി ജോസഫ് തോക്കാൻ വേണ്ടി. അതിന് പറ്റുന്ന സ്ഥാനാർത്ഥി വേറെ ആരുമില്ല. ടീച്ചർക്ക് അതിനുള്ള ഇമേജും ഉണ്ട്. സണ്ണി ജോസഫ് അവിടെ തോക്കും, KPC പ്രസിഡന്റ് തോക്കും, അത് ഉറപ്പ്. കാരണം ആ മണ്ഡലത്തിൽ തന്നെ ഞാൻ പട്ടികവർഗ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് 137 ട്രാൻസ്ഫോർമറുകളാണ് ഞാൻ അവിടെ കൊണ്ടുവന്നത്. 63 കോടി രൂപയിലാണ് നമ്മളെ ആറളം ഫാം 3500 ആദിവാസികൾക്ക് പട്ടയം കൊടുത്തത് ആ കാലഘട്ടത്തിലാണ്. റേഷൻ കട, MRS, അംഗനവാടി, ഇതെല്ലാം എൻ്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്നു. അന്ന് ഈ ടീച്ചറുടെ വലിയ സഹായം MLA ആയിരിക്കുന്ന സമയത്തും ഉണ്ടായിരുന്നു. പിന്നെ സണ്ണി ജോസഫിനെ തോൽപ്പിക്കാൻ ഞങ്ങളുടെ കൂടെയുള്ള നമ്പർ 1 തുരുപ്പിച്ചിട്ട് ടീച്ചറാണ്. മറ്റടിക്കിപ്പോൾ എന്തായാലും അത് ഏകരത്തിൽ നിന്ന് സൈക്കിൾ ചവിട്ടിയാൽ മതിയാ, പെറ്റലിൻ്റെ മുകളിൽ കാല് വെച്ചാൽ പെട്ടെന്ന് പറഞ്ഞങ്ങ് പോകും. മറ്റല്ല, ചവിട്ടണം. അത് ചവിട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ല സൈക്കിളും കാലും ഉള്ളത് ടീച്ചർ എടുക്കുക. ഈ മൂന്നാം ടേം, പിണറായിയുടെ മൂന്നാം ഭരണം ഉറപ്പിച്ചു പറയാനുള്ള ആത്മവിശ്വാസം എന്താ? ആത്മവിശ്വാസം എന്ന് വെച്ചാൽ 3 കാരണങ്ങളാണ്. ഒന്ന് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RSSകാരാൽ നിയന്ത്രിക്കപ്പെടുന്ന NDA ആണ് ഞങ്ങളുടെ നമ്പർ 1 ശത്രു ഒരു ഭാഗത്ത്. രണ്ടാമത് ജമായത്തെയാൽ നിയന്ത്രിക്കപ്പെടുന്ന, സ്വാധീനിക്കപ്പെടുന്ന UDF ആണ്. ഈ 2 വർഗീയ ശക്തികളുടെയും സഹായത്തോടു കൂടി മത്സരിക്കുന്ന ഈ 2 മുന്നണിക്കുമെതിരായിട്ടുള്ള അതിശക്തമായ രാഷ്ട്രീയ പോരാട്ടമാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി രാഷ്ട്രീയം എന്ന നിലയിൽ പിൻ പോയിൻ്റഡ് ആയിട്ടുള്ള മർമ്മം എന്നുള്ള രൂപത്തിൽ വോട്ടർമാരുടെ മതനിരപേക്ഷ കേരളീയൻ്റെ മനസ്സിൽ ഞങ്ങൾ എത്തിച്ചത്. അതിന് നല്ല സ്വാധീനം. പൊളിറ്റിക്കൽ കമ്മ്യൂണൽ പോളറൈസേഷൻ നടക്കുമ്പോൾ പ്രചരണത്തിന് പ്രസക്തി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് നല്ല രൂപത്തിൽ പേറ്റുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, കേരളത്തിന് ഊഹിക്കാൻ പറ്റുന്നതാണോ കേരളത്തിൻ്റെ വികസനം, കേരളത്തിൻ്റെ സാമൂഹ്യ സഹായങ്ങൾ ആലോചിക്കാൻ പറ്റുമോ? ഇപ്പോൾ ഇവിടെ ജോലിക്ക് വരുന്ന ഒരു സ്ത്രീയുണ്ട്,
ഒരു 2 ആഴ്ച മുമ്പാണ് എന്നോട് പറഞ്ഞത്, സാർ എനിക്കറിയില്ല, 1000 രൂപ എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്, എൻ്റെ ഏടത്തീൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്, അവളെ ഏടത്തീൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. നോക്കുമ്പോൾ 3000 രൂപ അവരുടെ അക്കൗണ്ടിൽ അന്ന് ഒരു 2 മണിക്ക് വരികയാണ്. ഇവർക്ക് പേടി, ഇത് ആരെങ്കിലും കള്ളത്തരായിട്ടോ അയച്ചതാണ്. ടെൻഷൻ, അതെ, അറിയാതൊരു പൈസ വരുമ്പോൾ ഉണ്ടാവുമല്ലോ സാധാരണ മനുഷ്യർക്ക്. അന്ന് 12 മണിക്കാണ് മുഖ്യമന്ത്രി ഈ സ്കീം പ്രഖ്യാപിക്കുന്നത്. ഏത് സ്കീം? സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സ്ത്രീകൾക്കുള്ളത്. ഞാൻ പറഞ്ഞു ഇത് വ്യാജ പണമൊന്നുമല്ല, നിങ്ങൾ വാങ്ങിക്കോ. അപ്പോൾ ഈ സ്ത്രീ എന്നോട് പറയുക, എന്നാൽ പിന്നെ നിങ്ങളിതെന്താ പ്രചരിപ്പിക്കാത്ത? ഏത് 8ാം തരത്തിൽ 3 കൊല്ലം പഠിച്ച കുട്ടിയാണ്, വീട്ടുപണിയാണ്. അല്ല, എന്താ നിങ്ങളിത് പ്രചരിപ്പിക്കാത്തത്? എന്നോട് ചോദിക്കുകയാണ് ഈ ചോദ്യം. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഈ വിഷുവിന് കൈ കിട്ടാൻ പോകുന്ന എത്രയാ പൈസ? എത്രയാ പറ? അറിയില്ല. അത് തന്നെയാ പറഞ്ഞേ. ഈ 30-ാം തീയതിക്കുള്ളിൽ 2000, വിഷു അഡ്വാൻസ് 2000, 4000 രൂപയാണ് വിഷുവിൻ്റെ മുമ്പ് കിട്ടാൻ പോകുന്നത്. 2-3 ആൾക്കാരുണ്ടാകും. 12,000 രൂപയാണ് ഓരോ വീട്ടിലും. കണക്കിന് ആ പണം. ഇവിടെ ഒരു കർഷക തൊഴിലാളി, അല്ല, ഇതിനിപ്പം തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കാനാണ് എന്ന് പറഞ്ഞിട്ട് ഇതിനെതിരെ പ്രശ്നം വരുമോ? അങ്ങനെ ശമ്പളം കൊടുക്കുന്നതും പെൻഷൻ കൊടുക്കുന്നതും വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് അവർക്ക് അർഹതപ്പെട്ടല്ലേ? അവർക്ക് അർഹതപ്പെട്ടല്ലേ? അർഹതപ്പെട്ടത് വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതില്ലാതാക്കാൻ അവർ നോക്കി, പക്ഷെ നടന്നില്ല. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിറ്റ് കൊടുത്തത് നിർത്തണമെന്നും പറഞ്ഞിട്ട് കോടതി പോയാരാ ഇവർ. കോടതി പറഞ്ഞു അത് പറ്റില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ ഡാറ്റ കളക്ട് ചെയ്യുന്നു പറഞ്ഞിട്ട് കോടതി പറഞ്ഞല്ലോ അത് ചലിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ലക്ഷണമാണ്. ഷൂന്നായില്ലേ? ഷൂന്നായിപ്പോയില്ലേ? ഏതെങ്കിലും ഒരു കേസ്, ഒരു പെറ്റി 2 പോയിന്റായി. മൂന്നാമത്തത് അല്ല, വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ. പിന്നെ നിങ്ങൾ കണ്ണൂരിൽ വരുന്നത്. ഞാൻ കണ്ണൂരിൽ ദീർഘകാലം വിദ്യാർത്ഥി പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട് നിരവധി കോളേജിലും ഹൈസ്കൂളിലും പോയതാണ്. ആ പോയ റോഡൊന്നും ഇപ്പോൾ കണ്ടാൽ എനിക്ക് മനസ്സിലാവില്ല. ഞാൻ ആ മമ്പറം ദിവാകരൻ്റെ മകളുടെ കല്യാണത്തിന് കൂത്തുപറമ്പ് പോയി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. കണ്ണൂരിൽ നിന്ന് മമ്പറം വഴിയാണ് പോയത്. ആ റോഡ് കണ്ടിട്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയി. ദുബൈയിൽ നിന്ന് അബുദാബി പോകുന്ന സമയത്തുള്ള കാഴ്ചയാണ് ഞാൻ കാണുന്നത്. ഈ നാഷണൽ ഹൈവേയും തീരദേശ റോഡും മലയോര റോഡും അങ്ങ് പൂർത്തീകരിച്ചു എന്ന് വിചാരിക്കുക. കേരളം കണ്ടാൽ ഇങ്ങക്ക് മനസ്സിലാവുമോ? കേരളം കണ്ടാൽ മനസ്സിലാവുമോ? ആ കേരളയിൽ കൂടി അങ്ങ് വന്നെന്ന് വിചാരിക്കുക. 3 മണിക്കൂർ കൊണ്ട് ടപ്പ് എന്നും പറഞ്ഞിട്ടല്ലേ ട്രെയിന് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തെത്തുക. എന്തായിരിക്കും കേരളത്തിൻ്റെ സ്ഥിതി? സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ നടക്കുമോ? പിന്നെ അതൊന്നും സംശയമില്ല. സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിലല്ലേ നാടക്കടലുള്ളത്. എടാ വിഴിഞ്ഞം 10 പൈസ കേന്ദ്രം തന്നിനോ? 10 പൈസ കേന്ദ്രം തന്നിനോ? തുറമുഖ യാഥാർത്ഥ്യമായില്ലേ? പാവപ്പെട്ട ആദിവാസികളും പട്ടികജാതിക്കാരും മറ്റിതര സമൂഹങ്ങളും താമസിക്കുന്ന വെള്ളപ്പൊക്കത്തിൻ്റെ ഭാഗമായി, ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായി 400 കുടുംബങ്ങളല്ലേ ചൂരൽമലയിൽ നിരാലംബരായത്. ഞാനവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തതാണ് സുഹൃത്തെ. 2 ദിവസം കൊണ്ടാണ് ഭൂമി, സിവിൽ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ കിടക്കുന്ന ഭൂമി 20 കൊല്ലം കഴിഞ്ഞാലും ഡിസ്പോസ് ചെയ്യില്ല. ഈ 20 കൊല്ലം കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ടാണ് ആ ഭൂമി തീരുവാങ്ങി ഇവരുടെ പേരിൽ തീരാധാരം എഴുതി കൊടുത്ത്. എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല, വിശ്വസിക്കാനേ കഴിയില്ല. ആ കാഴ്ച കാണാൻ ടൂറിസ്റ്റുകൾ പോകുന്നത് പോലെ കേരളീയർ പോകുകയല്ലേ. ഏത് റീഹാബിലിറ്റേഷൻ? എവിടെ? വയനാട്. രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ മുഖം, മതനിരപേക്ഷതയുടെ മുഖം ആരാ? സഖാവ് പിണറായി. ഈ പിണറായി എന്ന ലീഡർ, അങ്ങയുടെ ഭാഷയിൽ പറഞ്ഞാൽ സഖാവ് പിണറായി, ഇപ്പോഴത്തെ ജൻസി ടീമിനോട് പറഞ്ഞാൽ ക്യാപ്റ്റൻ പിണറായി. ഈ പിണറായി എന്ന ലീഡർ 3ാം ഭരണ തുടർച്ചയ്ക്ക് എത്രമാത്രം വലിയ ഘടകമാണ്? അല്ല, ഇപ്പം പിണറായിയാണോ മുഖ്യമന്ത്രിയാകാൻ പോകുന്നതെന്ന് പാർട്ടി തീരുമാനിച്ചു. ക്യാമ്പയിൻ നയിക്കുന്നത് പിണറായിയാണ്. ക്യാമ്പയിൻ നയിക്കുന്ന പിണറായിയാണ്. ഭരണ തുടർച്ചയ്ക്ക് അദ്ദേഹത്തിന്റെ മുഖമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. 1ാം പിണറായി ഗവൺമെൻറ്റും 2ാം പിണറായി ഗവൺമെൻറ്റിൻ്റെയും 10 വർഷം തന്നെയാണ് ഇതിൻ്റെ അടിസ്ഥാനം. 1ാം പിണറായി ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയാണ് 2ാം പിണറായി ഗവൺമെൻറ്. ആ 1, 2 ഗവൺമെൻറ് ഈ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു തുടർച്ചയുള്ള 10 വർഷം കിട്ടി ആദ്യമായിട്ട്.
നേരെ മറിച്ച് പുട്ടിന് തേങ്ങ ഇടുന്ന പോലെ 5 കൊല്ലം ആണെങ്കിൽ ഇത് പണി പൂർത്തീകരിക്കില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പം ഇനിയും ഒരു ഗവൺമെൻറ് വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ 25 വർഷം കൊണ്ട് ഒരു നവകേരളം, ഒരു സുന്ദര കേരളം, സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളെയും വികസിത മുതലാളിത്ത രാജ്യങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന അതിമനോഹരമായ കേരളം, ഒരു ജന്മം കൂടി എനിക്ക് കിട്ടണമെന്ന് മരിക്കാൻ പോകുന്ന സമയത്ത് പോലും കണ്ണ് തുറന്ന് ബന്ധുക്കളോട് കൂട്ടുകാരോട് മരണത്തിൻ്റെ വക്കിലെത്തുന്ന ജനത പറയുന്ന ഒരവസ്ഥ, അതിസുന്ദരമായ മലയാളം. അതാണ് നമ്മൾ കാണാൻ പോകുന്നത് അടുത്ത 25 വർഷം. അത്രമേൽ കോൺഫിഡൻ്റ് ആണ് ഭരണപക്ഷം. എത്ര സീറ്റ് കിട്ടും? സീറ്റ് എന്തായാലും കഴിഞ്ഞതിനേക്കാളും കൂടുതൽ കിട്ടും. മന്ത്രിമാർ തന്നെ 99-നേക്കാളും കൂടുതൽ കിട്ടും. അതിൽ കുറയേണ്ട ആവശ്യമൊന്നുമില്ല. നിലവിലുള്ള 99 സീറ്റിലും കൂടുതൽ LDF പിടിക്കും. കിട്ടും. അപ്പം താങ്ക് യു സോ മച്ച്.